ഹലോ മക്കളെ, ജെ പി ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. നമുക്കറിയാം, ഹീറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് ചാപ്റ്ററുകളല്ലേ നമുക്ക് പഠിക്കാനുള്ള. അതിലെ ഒരു ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമോഡൈനാമിക്സ് ആണ്. നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് തെർമോഡൈനാമിക്സിൽ. തെർമൽ പ്രോപ്പർട്ടീസുമായിട്ട് കണക്ട് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് തെർമോഡൈനാമിക്സ്. പക്ഷെ ഇതിൽ ആക്ച്വലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ തെർമോഡൈനാമിക്സ് ഉള്ളത് പ്യൂർലി ഡെറിവേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്റർ ആണ്. 4-5 ഡെറിവേഷനുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ആ ഡെറിവേഷൻ തന്നെയാണ് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. ക്ലിയർ ആണോ മക്കൾക്ക്? ഓൾമോസ്റ്റ് നമുക്ക് 4 to 5 മാർക്സ് ആണ് തെർമോഡൈനാമിക്സിൽ നിന്ന് മക്കൾ പ്രതീക്ഷിക്കേണ്ടത്. ക്ലിയർ? തെർമോഡൈനാമിക്സിൽ നിന്ന് മക്കൾ പ്രതീക്ഷിക്കേണ്ട മാർക്ക് 4 to 5 മാർക്സ് ആണ്. ഈ 4 to 5 മാർക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തിലേക്ക് വരാം? ചാപ്റ്ററിലേക്ക് വരാം. അങ്ങനെയല്ലേ നമുക്ക് പഠിക്കാൻ എളുപ്പം. അങ്ങനെ ആ സമയത്ത് ഒരു സ്ട്രക്ചർ കിട്ടുന്നില്ലേ? ആ സ്ട്രക്ചറിലൂടെ വേണം നമ്മൾ പഠിക്കണമെങ്കിൽ. നമുക്ക് പ്രധാനമായിട്ടും തെർമോഡൈനാമിക്സിൽ 3 ലോ ഉണ്ട് അല്ലെ? 3 ലോ ഉണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. 3 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, 0th ലോ, സെക്കൻഡ് വൺ ഫസ്റ്റ് ലോ, തേർഡ് വൺ സെക്കൻഡ് ലോ. ക്ലിയർ? എന്നിട്ട് 0th ലോ, ഫസ്റ്റ് ലോ കഴിഞ്ഞിട്ടാണ് അല്ലെ 0th ലോ വരുന്നത്. ഫോളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ 0th ലോ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അങ്ങനെ 3 ലോ പഠിക്കാനുള്ള. അതിൽ 0th ലോയും ഫസ്റ്റ് ലോയും എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഇനി പഠിക്കാനുള്ളത് ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസിൽ മക്കൾക്ക് അറിയാം, മേസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യം. സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ ആണോ മക്കളെ? അപ്പൊ അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് നമുക്ക് വരുന്നത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. യെസ്, അതായത് നമ്മളെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്, അതായത് അഡിയബാറ്റിക് പ്രോസസ് ഉണ്ട്, ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്, ഐസോബാരിക്, ഐസോകോറിക്, നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെറിവേഷൻ, വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ. 2 ഡെറിവേഷൻ ആണ് നമുക്ക് ഇവിടെ വരിക. ഒന്ന് ഐസോതെർമൽ വരും, ഐസോതെർമലിന്റെ ഒരു ഡെറിവേഷൻ വരും. രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഐസോതെർമൽ ആണ്, രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് അഡിയാബാറ്റിക്കിലെ വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ. ആ 2 ഡെറിവേഷനും നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് നോക്കാം കേട്ടോ. മൂന്നാമത്തത് കാർനോട്ട് ആണ്. യെസ്, കാർനോട്ട് എഞ്ചിൻ. സാഡി കാർനോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡിയൽ എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ കാർനോട്ട് എഞ്ചിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, ടൈപ്സ് ഓഫ് പ്രോസസ്, അതിലെ വർക്ക് ഡൺ, അതിന്റെ എഫിഷ്യൻസി, ഇത്രയും കാര്യങ്ങളാണ് TD എന്ന് പറയുന്ന തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെറ്റ് ആണല്ലോ മക്കളെ? നമ്മൾ ഈസി ആക്കി പഠിച്ചു പോകും. യാതൊരു കൺഫ്യൂഷനും വേണ്ട. മക്കൾ ചെയ്യുന്ന സമയത്ത്, ഡെറിവേഷൻസ് പഠിക്കുന്ന സമയത്ത് എഴുതിയിട്ട് തന്നെ പഠിക്കുക. 2-3 പ്രാവശ്യം എന്ത് ചെയ്തു വെക്കുക? എഴുതിയിട്ട് തന്നെ നോക്കുക. ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. സെറ്റ് ആണോ മക്കളെ? അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റിലേക്ക് നോക്കിയാലോ? യെസ്, ക്വസ്റ്റിലേക്ക് വരാം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചാപ്റ്ററിന്റെ പേര് തെർമോഡൈനാമിക്സ് ആണ്. 4 മാർക്ക് 5 മാർക്ക് കേട്ടോ. 4 to 5 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് that was developed to understand and improve the working of heat engine, അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ, അല്ലെങ്കിൽ ഹീറ്റിന്റെ കണ്ടീഷൻസ്, അതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഫീൽഡ്. നമുക്കറിയാം, വേറെ ഒരു ഡൗട്ടും ഇല്ല, തെർമോഡൈനാമിക്സ് ആയിരിക്കും അല്ലെ? കാര്യം എന്താ, ഈ ചാപ്റ്ററിൽ ഒന്നുമില്ല. ഹീറ്റ് ഫ്ലോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഹീറ്റും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫീൽഡ്. ഇപ്പം ഇതിൽ ഹീറ്റ് എഞ്ചിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ഹീറ്റ് ഫ്ലോ ആണ് കേട്ടോ. അപ്പൊ ഹീറ്റ് എഞ്ചിനുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സ്. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്സ് എന്തായിരുന്നു? ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ സ്റ്റഡിയാണ്. ഇലക്ട്രോഡൈനാമിക്സ് എന്തായിരുന്നു മക്കളെ? ഇലക്ട്രോഡൈനാമിക്സ് എന്താണ്? ചാർജും കറണ്ടും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇലക്ട്രോഡൈനാമിക്സ്. വാട്ട് അബൌട്ട് ഇലക്ട്രോണിക്സ്? അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ഫീൽഡാണ് അല്ലെ? നമ്മളിപ്പോ ഡയോഡ്, IC തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സിലാണ് നമ്മൾ പഠിക്കുന്നത്. ഫൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹീറ്റ് ഫ്ലോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫീൽഡ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ? തെർമോഡൈനാമിക്സ്. ഹീറ്റ് ഫ്ലോയുമായിട്ട് ബന്ധപ്പെടുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? സെറ്റ്. റെഡി ആണോ? റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം മക്കളെ. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നു യാതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് അല്ലെ, ഡെൽറ്റ ക്യൂ. ആ സിസ്റ്റം എന്തൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡെൽറ്റ ക്യൂ, ഒരു ഹീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കുന്നത് ഒന്ന് അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, രണ്ട് അത് എന്ത് ചെയ്യാനാണ് മക്കളെ? വർക്ക് ചെയ്യാനുമാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഡെൽറ്റ യു ഇന്റേണൽ എനർജി ആണ്, യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ആണ്, പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ക്ലിയർ ആണോ അല്ലയോ? ഈ ഡെൽറ്റ ഡബ്ല്യുവിനെ വേറെ രീതിയിലും കൂടി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. റെഡി? ഇതിൽ ഏത് എഴുതിയിട്ടുണ്ടെങ്കിലും ഓക്കെ ആണ്. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് സിസ്റ്റം ഒരു ഭാഗം എന്തിനു ഉപയോഗിക്കുന്നു? ഇന്റർണർജി ആയിട്ട് ഉപയോഗിക്കുന്നു. ഒരു ഭാഗം എന്തിനു ഉപയോഗിക്കുന്നു? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോ ഒരു 100 ജൂൾ എനർജി കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ 100 ജൂൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു 50 ജൂൾ എന്തിന്? ഇന്റർണർജി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കി 50 എന്തിനു ഉപയോഗിക്കും? വർക്കിന് വേണ്ടി ഉപയോഗിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? റെഡിയാണ്? ഒരു പ്രശ്നമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവാണേ. സെറ്റ് ആണ്? ഒരു കൺഫ്യൂഷനും ഇല്ല? യെസ്, ഫൈൻ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. 1 mole of an ideal gas ആണ്, expands from the volume V1 to V2. Yes. ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് എടുത്തോ മക്കള്. ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് എടുത്തോ. നമ്മളൊരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ വരയ്ക്കാം. സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്. ഇതില് ഒരു ഗ്യാസ് ഉണ്ട്, ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. P1 V1 T1 ആണ്. യെസ്. അത് എക്സ്പാൻഡ് ചെയ്തു. എവിടേക്ക് എക്സ്പാൻഡ് ചെയ്തു മക്കളെ? എന്തോ കാരണം കൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അത് എക്സ്പാൻഡ് ചെയ്തു. എത്രയിലേക്ക് എക്സ്പാൻഡ് ചെയ്തേ? V1 ആയിരുന്ന ആദ്യത്തെ വോളിയത്തിൽ നിന്ന് ഇപ്പൊ അതിന്റെ വോളിയം എത്രയാണ് മക്കളെ? P2 ആണ്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല. റെഡിയാണ്? യെസ്. ഇവനെയാണ് ശ്രദ്ധിക്കേണ്ട മക്കളെ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ മീനിങ്ങേ ഉള്ളൂ. ആ പ്രോസസ് എന്താണ്? ഐസോ തെർമൽ പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റ കേസേ ഉള്ളൂ മക്കളെ, ഐസോ തെർമൽ ആണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡിറൈവ് an expression for the work done. വർക്ക് ഡണ്ണിന്റെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും വേണ്ട. അവർക്ക് ആവശ്യമുള്ള എന്താണ്? ഒരു വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ എന്ത് ചെയ്യുക? ഒന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുക. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോ തെർമൽ പ്രോസസ് ആണ് അല്ലെ? നമ്മൾ പറഞ്ഞ കേസാണ്. നമുക്ക് ഇന്ന് ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഐസോ തെർമൽ പ്രോസസ് ആണ്. അവിടുത്തെ എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? വർക്ക് ഡൺ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ഇതില്. ഇവിടെ ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിൽ എന്താണ് മക്കളെ? ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ ഇന്റേണൽ എനർജി എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. എനർജി കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഡെൽറ്റ യു 0 ആണ്. ക്ലിയർ ആണ്? കൺഫ്യൂഷൻസ് ഇല്ല. അങ്ങനെയാണ് മക്കൾ പറ. നമ്മൾ ഫസ്റ്റ് ലോ പ്രകാരം ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ? ഇവിടെ പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയാണ് കേട്ടോ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു 0 ആണെങ്കിൽ നമ്മൾ ചെയ്ത നമ്മൾ കൊടുത്ത വർക്ക്, നമ്മൾ കൊടുത്ത ഹീറ്റ് എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്? അവിടെ വർക്ക് ചെയ്യാൻ മാത്രല്ലേ? പി ഡെൽറ്റ വി എന്ന് പറഞ്ഞ വർക്കാണ്. അപ്പൊ വർക്കിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത ഹീറ്റ് എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു? വർക്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പൊ അതൊരു ഓർഡർ ആയി. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ യു എന്തായിരിക്കും മക്കളെ? ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആണ്. നമ്മൾ ഇക്വേഷൻ ഉണ്ടാവും ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു വരും. അതിലെ ഡെൽറ്റ യു എന്താണ്? 0 ആണ്. സോ നമ്മൾ ഇവിടെ കൊടുത്ത ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ആണ്. പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വർക്കാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഹീറ്റ് കൊണ്ട്, അല്ലെ നമ്മൾ കൊടുത്ത ഹീറ്റ് കൊണ്ട് എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ? അവിടെ വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനൊരു അഡീഷണൽ പോയിന്റ് പോലെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വർക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? യെസ്. എടാ നമ്മൾ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിഗർ ഒന്ന് നമുക്ക് മാറ്റി വരയ്ക്കാം കേട്ടോ. ഫിഗർ ഒന്ന് നമുക്ക് മാറ്റി വരയ്ക്കാം, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മൾ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചേ, എന്റെ കയ്യിൽ എന്തുണ്ടോ? ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ? സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിൽ P1 V1 T1 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് കൊടുത്ത സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ മാറി അല്ലെ? സോറി, ടെമ്പറേച്ചർ അല്ല, പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് വരും. അപ്പൊ ഇതിന്റെ വോളിയം എത്രയായിട്ട് മാറിടാ? V1 ൽ നിന്ന് V2 ലേക്ക് മാറി.
പക്ഷെ ടെമ്പറേച്ചറിന് മാറ്റമില്ല. ഇത് ചെയ്യുന്ന എങ്ങനെയാണ്? ഐസോതെർമൽ ആണ്. ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഗുഡ്, ഫൈൻ. ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ചെറിയൊരു വോളിയത്തിൽ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ള ഈ ചെറിയൊരു dv എന്ന് പറയുന്ന വോളിയത്തിൽ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും മക്കളെ? വർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് മക്കളെ? പി ഡി വി അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യുന്ന ഒരു കുഞ്ഞു വർക്ക് DW എന്തായിരിക്കും? പി ഡി വി വരും. നമുക്ക് അവിടെ ചെയ്യുന്ന ഒരു കുഞ്ഞു വർക്ക്, ഇവിടെ ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ചെയ്യുന്ന ഒരു ചെറിയ വർക്ക് DW എന്തായിരിക്കും? പി ഡി വി വരിക. നമുക്ക് ചെറിയ വർക്കല്ല വേണ്ടേ, നമുക്ക് ഏത് വർക്കാ വേണ്ടേ? V1 മുതൽ V1 എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ V2 വരെയുള്ള വർക്ക് വേണ്ടേ? അങ്ങനെ വർക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് തന്നെ ചെയ്യാം മക്കളെ. നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? ഇന്റഗ്രൽ DW എന്ന് പറഞ്ഞാൽ അതെന്താണ്? വർക്കാണ്. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി വരിക. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ മക്കൾക്ക്? ക്ലിയർ അല്ലേ? യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മൾ രണ്ട് സ്ഥലത്തും ഇന്റഗ്രേഷന് വിധേയമാക്കിയാൽ ഇന്റഗ്രൽ DW എന്ന് പറഞ്ഞാൽ W വരും. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി വരും. പക്ഷെ റേഞ്ച് എത്രയാ മക്കളെ? V1 to V2. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഫൈൻ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പിക്ക് പകരമായിട്ട് നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. പി വി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? NRT അല്ലെ? ഇതിലെ N നമ്പർ ഓഫ് മോൾ കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, ടിയും കോൺസ്റ്റന്റ് അല്ലേ? കാരണം എന്താ? ടി എഴുതുന്ന കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞേ. ഐസോതെർമൽ പ്രോസസ് അല്ലേ? അങ്ങനെ ടി എന്താ? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എനിക്ക് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു NRT, അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കൊടുക്കാം? NRT ബൈ വി എന്ന് കൊടുത്തൂടെ? കൺഫ്യൂഷൻ ഒന്നുമില്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ മക്കൾ നോക്കിക്കോ. നമ്മളെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ മക്കളൊന്നും നോക്കിക്കേ, സെറ്റ് ആക്കി പോണേ. നമുക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നേരത്തെ എഴുതിയ സ്റ്റെപ്പ് തന്നെയാണ് V1 V2. പിക്ക് പകരമായിട്ട് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇവിടെ NRT ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും മക്കളെ? ഇക്വേഷൻ NRT ബൈ വി ഇൻറ്റു DV വന്നു. അതിലെ N-ഉം R-ഉം T-യും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ കോൺസ്റ്റന്റ് ആണെന്ന്. അപ്പൊ N-ഉം R-ഉം T-യും പുറത്തേക്ക് എടുക്കാലോ. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ല, എടുത്ത് പുറത്തേക്ക് കളഞ്ഞ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? NRT V1 V2 1/V DV. സെറ്റ്. ക്ലിയർ ആണോ? ഇനി മക്കൾ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പേജ് ഇനിയും ആവശ്യം ഉണ്ടാവും അല്ലെ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? W is equal to അല്ലെ NRT കിട്ടിയല്ലോ. ഇന്റഗ്രൽ 1/V dV ആണ്. ഇന്റഗ്രൽ 1/x കാണുന്നുണ്ടല്ലോ അല്ലെ? ഇന്റഗ്രൽ 1/x dx നമ്മൾ എങ്ങനെയാ പറയാറുള്ളതെന്ന് അറിയോ? നാച്ചുറൽ ലോഗ് x എന്നാണ് നമ്മൾ പറയാം. ഇത് സാധാരണ രീതിയിൽ നമ്മളെ ബേസ് 10 ആയിട്ടുള്ള ലോഗുള്ള നാച്ചുറൽ ലോഗ് ആണ്. ഇതിനെ ലോഗ് ബേസ് 10 ആക്കണമെങ്കിൽ 2.303 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എന്തായിട്ട് മാറൂടാ? നാച്ചുറൽ ലോഗ് ആയിട്ട് മാറൂട്ടോ. സോറി, ബേസ് 10 ഉള്ള ലോഗ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? രണ്ട് ടൈപ്പ് ലോഗ് ഉണ്ട്. നമ്മൾ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ട. മക്കൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. വർക്ക് ഇസ് ഈക്വൽ ടു NRT. എത്രയാണ് മക്കളെ വന്നിരിക്കുന്നത്? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇന്റഗ്രൽ 1/V ഇൻറ്റു DV ആണ് അല്ലെ? ഇന്റഗ്രൽ 1/x ഇൻറ്റു DX എന്താണ് വന്നത്? ലോഗ് x അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/V ഇൻറ്റു DV എന്ത് വരും? ഇന്റഗ്രൽ 1/x ഇൻറ്റു DX റിസൾട്ട് ആണ്. അതേപോലെ ഇന്റഗ്രൽ 1/V ഇൻറ്റു DV എന്ത് വരും മക്കളെ? ലോഗ് V വരും അല്ലെ? അതിന്റെ റേഞ്ച് എത്രയാ മക്കളെ? റേഞ്ച് എത്രയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നേ? ഓർമ്മയുണ്ടോ? V2 V1 അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ V1 ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാണോ? V2 കൊടുക്കാം. സെറ്റ് ആണോ? ഇനി ഇതൊന്ന് ഡിറൈവ് ചെയ്തെടുത്ത മക്കള് NRT. ഇനി ആ റേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ലോഗ് V2 മൈനസ് ലോഗ് V1. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ. W is equal to NRT. ലോഗ് A മൈനസ് ലോഗ് B. ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരിക? ലോഗ് A ബൈ B എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്ത് വരും മക്കളെ? വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് എന്ത് വരും? ലോഗ് V2 ബൈ V1 വരും. സെറ്റ് ആണോ മക്കൾക്ക്? ഇനി ഇത് നാച്ചുറൽ ലോഗിൽ മാറ്റിയിട്ട് നമുക്ക് ബേസ് 10 ഉള്ള ലോഗ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2.303 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇത് എഴുതാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ പല ടെക്സ്റ്റുകളിലും സ്കൂൾസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് കാണാൻ കഴിയും? 2.303 ബേസ് ചെയ്തുകൊണ്ട് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഡൗട്ട് ആയി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം എഴുതിയത് കേട്ടോ. ഇതുവരെ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് ആൻസർ ആയി. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? ഒന്ന് പറഞ്ഞ മക്കള് വേഗം. നമ്മളുടെ ഐസോതെർമൽ പ്രോസസ് ആണ്. ടെമ്പറേച്ചർ എന്താണ്?
കോൺസ്റ്റന്റ് ആണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. V1 ൽ നിന്ന് V2ലേക്ക് എന്ത് ചെയ്തു? വോളിയം എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ dV എന്ന് പറയുന്ന ഒരു ചെറിയ വോളിയത്തിൽ ഉണ്ടായിരുന്ന വർക്ക് എത്രയാണ്? dW ആണ്. ആ dW കണ്ടുപിടിക്കാൻ നമുക്കറിയാം dW is equal to എന്താണ് മക്കളെ? PdV ആണ്. പക്ഷെ നമുക്ക് dW അല്ല ആവശ്യമുള്ളത്, ഇന്റഗ്രൽ dW വേണം, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് വേണം. എവിടെ മുതൽ എവിടെ വരെയുള്ളത്? V1 മുതൽ V2 വരെയുള്ള. സാറേ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയാണ് V1 to V2 കൊടുത്തു. V1 to V2 ഇന്റഗ്രൽ PdV. റെഡിയാണ്. ഇനി Pക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു nRT/V. അതിലെ nRT/V, nRT കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എന്നും ആറും ടിയും. ടി എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആവുന്നത്? ഐസോതെർമൽ ആണ് സാറേ. എന്താ ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല. nRT എടുത്ത് പുറത്തേക്ക് ഇട്ടേ. nRT എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പൊ nRT ഇന്റഗ്രൽ V1 to V2 1/V dV. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി മക്കൾ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ 1/x into dx ആയിരുന്നു, log x ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 1/v into dv എന്ത് വരൂടാ? log v വരും. log v V1 to V2. അതിന് ഞാൻ ലിമിറ്റ് കൊടുത്തു log V2 മൈനസ് log V1. ആ ഇക്വേഷനിൽ log a മൈനസ് log b എന്ന് പറഞ്ഞാൽ അതൊരു റിസൾട്ട് ആണ് മാത്സിലുള്ള. log a/b ആണ്. log V2 by log V1. സെറ്റ് ആണോ? log V2 by V1. റെഡി ആണോ അല്ലയോ? അതിന് നാച്ചുറൽ ലോഗ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് നമുക്ക് ബേസ് 10 ആയിട്ടുള്ള ലോഗ് ആക്കാം. അത് ചെയ്യണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? 2.3038 ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ വേറെ ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് എന്താ? nRT log V2 by V1. സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ അല്ല. നിങ്ങൾ ഈ സ്റ്റെപ്പ് വരെ എഴുതിയാലും ശരിയാണ് കേട്ടോ. റെഡി ആണോ? അതിനാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയോ. സ്റ്റേറ്റ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് കേട്ടോ മക്കള്. ആൻ ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ്. ഒരു ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഹീറ്റ് ആയിരിക്കുമല്ലോ. സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് എ റേറ്റ് ഓഫ്, ഓക്കെ, ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ ക്യൂ എത്രയാണ്? 100 Joule/second ആണല്ലോ. യെസ്. ഇഫ് ദ സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് എ റേറ്റ് ഓഫ് 75 Joule/second. അപ്പൊ നമ്മൾ വർക്ക് എത്രയാണ് മക്കളെ? 75 Joule/second. കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി ഇൻക്രീസ്ഡ്. അപ്പൊ ഡെൽറ്റ യു അല്ലേ കണ്ടുപിടിക്കേണ്ടേ? എന്താണോ ബുദ്ധിമുട്ട്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? ഇതിൽ ഡെൽറ്റ യു അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഡെൽറ്റ ക്യൂ 100 അല്ലേ? ഡെൽറ്റ ഡബ്ല്യു എത്രയാണ്? 75 അല്ലേ? അങ്ങനെയാണ് ഡെൽറ്റ യു എത്രയായിരിക്കൂടാ? 25 Joule/second അല്ലേ? ഈസി 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 ക്വസ്റ്റ്യൻ അല്ലേ? ഒരു കൺഫ്യൂഷൻ ഇല്ല. എളുപ്പത്തിൽ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസ് ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. യെസ്. What is the difference between isobaric process and isochoric process? Yes. നമ്മൾ നോക്കിയാലും അങ്ങനെയാണെങ്കിൽ എന്താണ് ഐസോബാറിക് പ്രോസസ്സും ഐസോകോറിക് പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? നമുക്ക് ആദ്യം എന്ത് ചെയ്തണം? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? ഐസോകോറിക് പ്രോസസ്. എന്താണ് ഐസോകോറിക് പ്രോസസ്? ഐസോ സെയിം എന്നുള്ള മീനിങ് അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ കോറിക്? എന്താ കോറിക് എന്നൊക്കെ പറഞ്ഞാല്? ഐസോകോറിക് പ്രോസസ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല മക്കളെ. ഇവിടെ വോളിയം എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഡെൽറ്റ വി എന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. വോളിയത്തിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. വോളിയം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഐസോകോറിക് പ്രോസസ്. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് എന്തായിരിക്കും? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ എന്ന് പറയുന്ന പി ഡെൽറ്റ വി അല്ലേ? ഡെൽറ്റ വി 0 ആണെങ്കിൽ പി ഡെൽറ്റ വി 0 ആയി പോവില്ലേ? വർക്ക് ഡൺ എന്തായിരിക്കും മക്കളെ? 0 ആണ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. അതിലെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് മാത്രം എഴുതാൻ പറ്റും? ഇന്റേണൽ എനർജിന്റെ ചേഞ്ച് എന്ന് മാത്രം എഴുതാൻ പറ്റും. ബിക്കോസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു മാത്രം ഉപയോഗിക്കുന്നേ? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. കാര്യം എന്താ? ഡെൽറ്റ വി 0 ആണ്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു മാത്രം ഉപയോഗിക്കുന്നു? ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. കാരണം പി ഡെൽറ്റ വി എന്തായി പോയി? 0 ആയി പോയി. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഐസോബാറിക് പ്രോസസ്സിലേക്ക് മക്കൾ വന്നേ. എന്താണ്? വാട്ട് യു മീൻ ബൈ ഐസോബാറിക് പ്രോസസ്? ഓ, ഞാനിത് ക്ലിയർ ചെയ്തു കേട്ടോ. മക്കൾ ഒന്ന് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എടുത്ത് നോക്കിയാൽ മതി. ഐസോബാറിക് പ്രോസസ് എന്തായിരിക്കും? ഐസോബാറിക് പ്രോസസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർ ഐസോബാർ എന്തിന് യൂണിറ്റ് ആയിരുന്നു മക്കളെ? പ്രഷറിന്റെ ആയിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നും നോക്കാനല്ലോ. എന്ത് നോക്കാനില്ല? പ്രഷർ എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആണ്. പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ദ വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ഡെൽറ്റ വി ആയിരിക്കും. അല്ലെങ്കിൽ
പി ഇൻറ്റു V2 മൈനസ് പി ഇൻറ്റു V1. വേറെ ഒന്നുമില്ല. പ്രഷർ കോൺസ്റ്റന്റ് ആയുള്ള കേസാണ് ഏതെന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്. അങ്ങനെയാണെങ്കിൽ ഐസോകോറിക്കോ വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നു സാറേ, യാതൊരുവിധ ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? പോവാം, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേ വേഗം. യെസ്, ആൻസർ ഒക്കെ തന്നിട്ടുണ്ടല്ലോ നമുക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നോ കേട്ടോ. യെസ്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. എന്തായിരുന്നു ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ മക്കളെ? ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഡൺ ഉണ്ട് അല്ലെ. രണ്ടും നമ്മൾ കണ്ടുപിടിച്ചല്ലേ ഐസോതെർമൽ പ്രോസസ് മക്കൾ വന്നേ. ഇവിടെ ഐസോതെർമൽ പ്രോസസിന്റെ നീറ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഇവിടെ ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, PV = nRT ഉണ്ടായിരുന്നു. അതിന്റെ വർക്ക് ഡൺ എന്തായിരുന്നു? nRT log V2 by V1. അങ്ങനെയാണ് ഈ ഒരു ഏരിയ കഴിഞ്ഞല്ലോ. യെസ്, ഫൈൻ, ഗുഡ്. അത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. Obtain an expression for work done in an isothermal process. നമ്മൾ ചെയ്തു കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ മക്കൾ വന്നേ. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ്. യെസ്, കാർനോട്ട് സൈക്കിളിലേക്ക് വന്നു. കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു സാഡി കാർനോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1824 പ്രപ്പോസ് ചെയ്ത ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. മാക്സിമം എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നതിന്റെ എഫിഷ്യൻസി ഇത്രയേ ഉള്ളൂ. അത് രണ്ട് ടെമ്പറേച്ചർ റേഞ്ചസ് ഉണ്ടാവും നമുക്ക്, 1 - T2 by T1. ഇതാണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 1 - T2 by T1 ആണ്. നമുക്ക് ഇനിയും അതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും. ഒരു ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവും, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യാൻ രണ്ട് ടെമ്പറേച്ചേഴ്സ് ആവശ്യമാണ്. ഒരു ഹയർ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും, അതിൽ T1 എന്തായിരിക്കും? 398 കെൽവിൻ ആണ് ഇവിടെ, ആണല്ലോ. T2 എന്തായിരിക്കും മക്കളെ? 293 കെൽവിൻ ആണ്. ഒന്ന് ഹയർ ആയിരിക്കും. ഹയർ എപ്പോഴും ഏതായിരിക്കും? T1 ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വേറെ ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. T2 എന്തായിരിക്കും? ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ? എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ്. ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, 1 - T2 by T1 ചെയ്താൽ മതി. ഇവിടെ മക്കൾ നോക്കിക്കേ, 1 - T2 by T1 അല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. T2 ഏതാ നമ്മൾ കൊടുത്തിരിക്കുന്നത്? 293 ആണ്. T1 നമ്മൾ ഏതാ കൊടുക്കുക? 398 ആണ്. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താണ് മക്കൾ ഇതിന് ചെയ്യാൻ വേണ്ടി ചെയ്യാം മക്കള്? എനിക്കൊന്ന് പറഞ്ഞേ, എന്ത് ചെയ്യും മക്കള്? പറ. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറ. യെസ്, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറയൂ. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു, 1 - 293 divided by 398 വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ആണ്. 1 × 398 minus 293 divided by 398 അല്ലെ. 398 ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 293 ഞാൻ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, -2 divided by 398. ഈ ഒരു ആൻസർ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടൂടാ? ഈ ഒരു ആൻസർ കിട്ടൂട്ടോ. അത് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക, 0.264 കിട്ടും. ക്ലിയർ ആണോ അല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. 1 - 0.264%. റെഡി ആണോ അല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ക്ലിയർ? അപ്പൊ അത്രേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. ഇത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വന്നതിനെ കൊണ്ട് നമുക്കത് ഒഴിവാക്കി വെക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. Yes, derive the relation Cp - Cv is equal to R, where Cp and Cv are molar specified heat capacity of an ideal gas, constant pressure and constant volume. അല്ലെ, Cp-യും Cv-യും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിനെ മേസ് റിലേഷൻ പറയാൻ വേണ്ടിയിട്ടും ചിലപ്പം എക്സാമിന് പറയും. നമുക്ക് ഓർത്ത് വെക്കുക, മേസ് റിലേഷൻ കേട്ടോ. ചാപ്റ്ററിന്റെ പേരായിട്ട് ഇങ്ങനെ രീതിയിലും പറയും. പക്ഷെ നമുക്ക് അതൊന്നും പ്രശ്നമില്ല, നമ്മൾ സെറ്റാക്കി ചെയ്യും. മേസ് റിലേഷൻ അല്ലെങ്കിൽ Cp - Cv is equal to R എനിക്ക് പ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ. എടാ, എന്താണ് Cv മക്കളെ? എന്താണ് Cv? പറ. എന്താണ് Cv? Cp? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സ്പെസിഫിക് ഹീറ്റ് നമ്മൾ C is equal to നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? 1/μ അല്ലെ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിരുന്നേ? പറ. ΔQ divided by ΔT. വേറെ ഒന്നുമില്ല മക്കളെ. ഇത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ എന്ത് വരും? യാതൊരുവിധ ചേഞ്ചും ഇല്ല. ΔQ by ΔT കോൺസ്റ്റന്റ് വോളിയം, V കോൺസ്റ്റന്റ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ Cpക്കോ യാതൊരുവിധ ചേഞ്ചും വേണ്ട. Cp is equal to എന്താണ് മക്കളെ എഴുതുക? ΔQ by ΔT. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? P കോൺസ്റ്റന്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഈസി ആണ് കേട്ടോ. നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്താണ്? Cp - Cv is equal to R എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? യെസ്,
നമ്മൾ ഇക്വേഷനിൽ തന്നെ വെച്ച് തുടങ്ങാം. ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട, ഞാനുണ്ട്, സെറ്റ് ആക്കിയാൽ നമ്മൾ പോവുള്ളൂ. മേയേഴ്സ് റിലേഷൻ റെഡി ആണോ? യെസ്. എന്താ വന്നേ മക്കള്? സി വി മകൾ പറ, ഇക്വേഷൻ പറ. 1/μ ഡെൽറ്റ ക്യൂ ഡെൽറ്റ ടി. സെറ്റ് ആണോ? ഇവിടെ ഫോർ 1 മോൾ ആണെങ്കിൽ, ഫോർ 1 മോൾ ആണെങ്കിൽ മ്യൂന്റെ വാല്യൂ എന്താവും മക്കളെ? 1 അല്ലേ? അങ്ങനെയാണ് മക്കളെ എഴുതിക്കോ. സി വി is equal to നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലെ? ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമുക്ക്. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയാണ് ഡെൽറ്റ ക്യൂന് പകരമായിട്ട് ഞാൻ എന്ത് കൊടുക്കാണ് മക്കളെ? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെറ്റ് ആണേ? ഇനി നെക്സ്റ്റ് വന്ന മക്കള് സി വി is equal to, ഞാനിതൊന്ന് പൊട്ടിച്ചെഴുതാണ് ഒന്ന് വന്ന മക്കളുടെ കൂടെ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെറ്റ് ആണ്? കൺഫ്യൂഷൻസ് ഇല്ല, റെഡിയാണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ പോവാണ് കേട്ടോ നമ്മള്. ഇവിടെ മക്കൾ നോക്കിക്കോ, ഇവിടെ സി വി അല്ലെ? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളി അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഏതാ മക്കളെ? കോൺസ്റ്റന്റ് വോളിയാണ്. ഡെൽറ്റ വി എന്തായിരിക്കും? 0 അല്ലേ? ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആണെങ്കിൽ ഈ ടേം എന്തായിപ്പോ? 0 ആവില്ലേ? അങ്ങനെയാണെങ്കിൽ സി വി is equal to എന്ത് വരും മക്കളെ? എനിക്ക് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി വരും. ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. സെറ്റ് ആയി പോവാണ് നമ്മള്. സി വി is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി വന്നു. അങ്ങനെയാണെങ്കിൽ സി പി ലേക്ക് മക്കൾ വന്നേ, ഇതേപോലെ സി പി ലേക്ക് വന്ന മക്കള് സി പി is equal to ഒന്ന് പറഞ്ഞേ 1/μ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഫോർ 1 മോൾ ആണെങ്കിൽ മ്യൂ is equal to എന്തായിരിക്കും? 1 ആയിരിക്കും. സി പി is equal to എന്തായിരിക്കും മക്കളെ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡെൽറ്റ ടി ആയിരിക്കും. ഒന്ന് പൊട്ടിച്ചെഴുതിക്കുക മക്കള്, ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? സി പി is equal to ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡെൽറ്റ ടി. ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ നമുക്കൊരു റിലേഷൻ ആയി സി പി is equal to എന്താണ് മക്കളെ? ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി മക്കളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് സി വി അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? സി പി is equal to സി വി, അതായത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്താണ്? സി വി ആണ്. സി വി പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ? യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലല്ലോ. സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? പി വി is equal to എന്തായിരുന്നു മക്കളെ? എൻ ആർ ടി അല്ലേ? എൻ ആർ ടി അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പി വി is equal to എന്തായിരുന്നു? എൻ ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ മക്കള് നോക്കിക്കോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒന്നും നോക്കിക്കോ മക്കള്. നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാണ്. അപ്പൊ പിയില് മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തിയാൽ ഇവിടെ ആർക്ക് മാറ്റം വരും? വിക്ക് മാറ്റം വരില്ലോ, വോളിയത്തിൽ മാറ്റം വരില്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റം വരും മക്കളെ? പി ഡെൽറ്റ വി is equal to എൻ ആർ ഡെൽറ്റ ടി. ഇവിടെ എൻ എത്രയാണ്? 1 ആണ്. സോ എന്നിന് 1 കൊടുത്ത് നമ്മൾ ഒഴിവാക്കാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ഡെൽറ്റ വി is equal to ആർ ഡെൽറ്റ ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ is equal to നമുക്കിവിടെ പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ആർ അല്ലേ മക്കളെ മുകളിൽ മക്കൾ കാണുന്നേ? സെറ്റ് ആണോ? അങ്ങനെയാണോ മക്കൾ? നോക്കിക്കോ. സി പി is equal to എനിക്ക് എന്തെന്ന് എഴുതാം? അടുത്തൊരു കേസും കൂടി ഞാൻ എഴുതാണേ. സി പി is equal to എനിക്ക് എന്തെന്ന് എഴുതാം? സി പി is equal to സി വി പ്ലസ് ആർ എന്ന് എഴുതിക്കൂടെ? സി പി is equal to സി വി പ്ലസ് ഈ ടേം എന്തായി പോയി മക്കളെ? ഇവിടെ ആറല്ലേ? ആറാണോ അല്ലയോ? ആറാണ് സാറേ. അങ്ങനെയാണ് സി പി is equal to സി പ്ലസ് ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആർ is equal to എനിക്ക് എന്ത് എഴുതാം? സി പി മൈനസ് സി വി. റെഡിയാണോ? കൺഫ്യൂഷൻ ഇല്ല. സെറ്റ് ആണ്? അപ്പൊ ഇതാണ് മേയേഴ്സ് റിലേഷൻ. അല്ലെങ്കിൽ സി പി മൈനസ് സി വി is equal to ആർ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? പോവല്ലേ? യെസ്. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നാലോ മക്കളെ? നമുക്ക് the work done during an isochloric process. ഐസോകോറിക് പ്രോസസ് എന്താ മക്കളെ? ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാല് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ വി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ is equal to നമുക്ക് ഇക്വേഷൻ അറിയാം. പി ഡെൽറ്റ വി അല്ലേ? ഡെൽറ്റ വി 0 ആയാൽ വർക്ക് ഡൺ എന്തായി പോയടാ? 0 ആയി പോയി അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ
വർക്ക് ഡൺ ഡ്യൂറിംഗ് ആൻ ഐസോകോറിക് പ്രോസസ് 0 ആണ്. യാതൊരു കൺഫ്യൂഷനും ഇല്ല. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നോ. യെസ്, അങ്ങനെയാണ് മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. വാട്ട് ഇസ് എ കാർനോട്ട് എഞ്ചിൻ? കാർനോട്ട് എഞ്ചിൻ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന ഒരു ഏരിയാസ് ആണ് കേട്ടോ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണിത്. വാട്ട് ഇസ് എ കാർനോട്ട് എഞ്ചിൻ? ഡ്രോ ദ പി വി കർവ് ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിന് ഒരു പി വി കർവ് ഉണ്ട്, അത് നമുക്ക് വരയ്ക്കാനുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ആൻഡ് മാർക്ക് ദ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്. ആ പി വി കർവ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 4 ഡിഫറെന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ് നമുക്ക് പറയാനുണ്ട്, നമുക്ക് അതും ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ? അത് ക്വസ്റ്റ്യൻ അല്ലേ. കാർനോട്ട് എഞ്ചിനും അതിന്റെ പ്രോസസ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയണടാ. പക്ഷെ ഇതിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് എ കാർനോട്ട് എഞ്ചിൻ? എന്താണ് കാർനോട്ട് എഞ്ചിൻ? ഇറ്റ്സ് ജസ്റ്റ് സിംപ്ലി ഇറ്റ്സ് ആൻ ഹീറ്റ് എഞ്ചിൻ ആണ്. ഒരു ഹീറ്റ് എഞ്ചിൻ മാത്രമാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഐഡിയലി റിവേഴ്സിബിൾ സൈക്കിൾ. ക്ലിയർ? ഒരു റിവേഴ്സിബിൾ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണ് ആക്ച്വലി ഏത് മക്കളെ? കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് സാഡി കാർനോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ആരായിരുന്നു? സാഡി കാർനോട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് മക്കളെ ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് 1824 കേട്ടോ. 1824 ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിരുന്ന സാഡി കാർനോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ഇത് 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഹീറ്റ് റിസർവോയേഴ്സിൽ അല്ലെങ്കിൽ 2 ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിന് കൂടെയാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് കാർനോട്ട് എഞ്ചിൻ? സിംപ്ലി ഇറ്റ് ഇസ് ആൻ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഇൻ ആൻ ഐഡിയൽ റിവേഴ്സിബിൾ സൈക്കിൾ. ആ സൈക്കിൾ നമ്മൾ എന്ത് പേര് പറഞ്ഞു? കാർനോട്ട് സൈക്കിൾ. ക്ലിയർ? ഓക്കെ ആണോ? ബിറ്റ്വീൻ 2 ഡിഫറെന്റ് റിസർവോയേഴ്സ് കെപ്റ്റ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. ആ 2 റിസർവോയറും 2 ടെമ്പറേച്ചർ ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? ചെറിയ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ? നമ്മൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ എന്താണ് സാറേ ഈ 2 ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ എന്താ റിസർവോയർ എന്ന് പറയുമ്പോൾ, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വാട്ട് ഇസ് എ കാർനോട്ട് എഞ്ചിൻ. നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നിലേക്കും മക്കൾ പോകണ്ട. പി വി കർവ് ഒക്കെ വരയ്ക്കാൻ എളുപ്പമാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ട് നമുക്ക് ആ വർക്കിംഗ് ഒന്ന് പഠിച്ചു പോകാം. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്, അങ്ങനെയാണ്. എന്റെ കൂടെ മക്കൾ വന്നേ, അടിപൊളിയായിട്ട് സെറ്റ് ആക്കി പോവാം നമുക്ക്. യെസ്, നമ്മൾ പറഞ്ഞു സാഡി കാർനോട്ട് 1824 പ്രപ്പോസ് ചെയ്ത ഐഡിയ ആണ് ഏത് മക്കളെ? സാഡി കാർനോട്ട് പ്രപ്പോസ് ചെയ്ത ഐഡിയ ആണ് ഏത്? കാർനോട്ട് എഞ്ചിൻ. ഇത് ഒരു തിയററ്റിക്കൽ എഞ്ചിനാണ്, പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ. ഒരു തിയററ്റിക്കൽ എഞ്ചിനാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്. ഇത് പ്രാക്ടിക്കലി എന്തല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു തിയററ്റിക്കൽ എഞ്ചിനാണ്. നമുക്ക് ഇതിന്റെ വർക്കിംഗിലേക്ക് വരാം. ക്ലിയർ ആണോ? യെസ്. എടാ, സാഡി കാർനോട്ട് പറഞ്ഞിട്ടുള്ള കാർനോട്ട് എഞ്ചിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മക്കളെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, എനിക്ക് തരണം മക്കളത് കേട്ടോ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്, അതെന്താണെന്ന് മക്കൾക്ക് അറിയാം. സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് എന്താണെന്ന് അറിയാലോ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി എനിക്കൊരു ഹോട്ട് സോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു ഹോട്ട് ബോഡി വേണം. ഈ ഹോട്ട് ബോഡിക്ക് ഞാൻ ഒരു പേര് കൊടുക്കും, സോഴ്സ്. ഓക്കെ ആണോ? ഇനി എനിക്ക് ഒരു കോൾഡ് ബോഡി വേണം. സെക്കൻഡ് മക്കൾ കണ്ടോ, ഒരു കോൾഡ് ബോഡി വേണം. ഇതിന് ഞാനൊരു പേര് കൊടുക്കും, സിങ്ക്. ഹോട്ട് ബോഡിന്റെ ടെമ്പറേച്ചർ T1 ആയിട്ടും കോൾഡ് ബോഡി അല്ലെങ്കിൽ സിങ്കിന്റെ ടെമ്പറേച്ചർ T2 ആയിട്ടും ഞാൻ കൺസിഡർ ചെയ്തു. സെറ്റാണേ, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. വിത്ത് ഫിഗേഴ്സോട് കൂടി നമ്മൾ പഠിക്കാൻ പോവാണ്. ഇനി ഇത് മറന്നു പോകില്ല കേട്ടോ. ഒന്ന് നോക്കിയോ, ഇത് രണ്ടും കൂടാതെ എനിക്ക് മൂന്നാമത്തെ ഒരു ഐറ്റം കൂടി വേണം. അതിനെയാണ് നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ, അവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ നടക്കാത്ത ഒരു ഏരിയ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് വേണം, അത് നമുക്ക് കാണാൻ കഴിയും. സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിന്റെ കൂടെ സോഴ്സ് വേണം, കൂടാതെ ഒരു സിങ്ക് വേണം. സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ട് ബോഡിയാണ്. ആ ഹോട്ട് ബോഡി കാണിക്കാനാണ് ഇവിടെ തീയൊക്കെ വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി അല്ലേ? അങ്ങനെയാണ്. കോൾഡ് ബോഡി കാണിക്കാനോ, ഡെഫിനറ്റ്ലി നമ്മൾ ഐസ് ഒക്കെ കാണിച്ചു. ഇനി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്, അതിന്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണെന്ന് എടുത്തോ മക്കള്. യെസ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഞാൻ ആദ്യം സോഴ്സ് ബോഡിയിലേക്ക് വെക്കും. ക്ലിയർ ആണോ? രണ്ടാമത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കും. മൂന്നാമത്തത് കോൾഡ് ബോഡി അല്ലെങ്കിൽ സിങ്കിന്റെ മുകളിലേക്ക് വെക്കും. ഇങ്ങനെ മാറി മാറി വെക്കും. അങ്ങനെ മാറി വെക്കുന്ന സമയത്ത് ആ സിലിണ്ടറിലും പിസ്റ്റണിലും കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി ആര് വർക്ക് ചെയ്യുന്നത്? കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്.
ആക്ച്വലി ഹീറ്റ് നമ്മൾ കൊടുക്കുന്നതും അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത്, കാർനോട്ട് എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? നമുക്ക് അതിന്റെ വർക്കിംഗിലേക്ക് വരാം. വർക്കിംഗ് കൂടി പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. റെഡി ആണല്ലോ? എന്നാ മക്കളിന്റെ കൂടെ വന്നേ. യെസ്, നമ്മൾ ചെയ്യാൻ പോകുന്നതില് ഫസ്റ്റ് കേസ് മക്കൾ നോക്കിക്കോ. 4 ഡിഫറെന്റ് പ്രോസസ് ഉണ്ടാണ് നമുക്ക്, 4 ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, മക്കൾ പഠിച്ചേ പറ്റുള്ളൂ. ആ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കും മക്കളെടുത്ത്. ആ 4 ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്, സിലിണ്ടറും പിസ്റ്റണും ഉള്ള അറേഞ്ച്മെന്റ് നമ്മൾ എവിടേക്കാ കൊണ്ടുവെക്കുന്നത്? നമ്മൾ കൊണ്ടുവെക്കുന്നത് ഒരു ഹോട്ട് ബോഡിയുടെ മുകളിലാണ്. ഒരു ഹോട്ട് ബോഡിയുടെ മുകളിൽ നമ്മൾ ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് കൊണ്ടുവെക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? വേറെ ഒന്നും ഡൗട്ടിലേക്ക് പോകണ്ട മക്കള്. ഇവിടെ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും മക്കളെ? ഹീറ്റ് എന്ത് ചെയ്യും? നമ്മൾ സിലിണ്ടർ പിസ്റ്റണിലേക്ക് എൻ്റർ ചെയ്യില്ലേ? അല്ലെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ ഹീറ്റ് റിസീവ് ചെയ്യല്ലേ ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യല്ലേ ചെയ്യുന്നത്? അത് കാരണം എന്ത് സംഭവിക്കും? പിസ്റ്റൺ ഇവിടെ എന്ത് സംഭവിക്കടാ? പിസ്റ്റണിന്റെ വോളിയം ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ പിസ്റ്റൺ ഒന്നും കൂടി മുകളിലേക്ക് പസ് ചെയ്യും, അല്ലെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യും. അത് കാരണം ഇവിടുത്തെ വോളിയം എന്താവും മക്കളെ? സിലിണ്ടർ പിസ്റ്റണിന്റെ ഉള്ളിലുള്ള ആ സ്പേസിന്റെ വോളിയം എന്താവും? ഇൻക്രീസ് ആവും. ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ, ഒരു കൺഫ്യൂഷനും ഇല്ല. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ആദ്യത്തെ കേസിൽ സിലിണ്ടറിന് പിസ്റ്റന്റെയും, ഫസ്റ്റ് കേസിൽ അതിന്റെ ടെമ്പറേച്ചർ, അതായത് വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വരച്ചിരിക്കുന്ന ആ നീല ഗ്യാസിന്റെ പ്രഷർ P1 ആയിട്ടും വോളിയം V1 ആയിട്ടും ടെമ്പറേച്ചർ T1 ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്തു. സെറ്റ് ആണല്ലോ? ആ ഐറ്റം ആണ് നമ്മൾ എവിടേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള ഹോട്ട് ബോഡിന്റെ മുകളിലേക്ക് വെക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മക്കളെ? ആ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മളുടെ P1 V1 T1. ഓക്കെ ആണോ? P1 V1 T1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹീറ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന കാരണം ഇവിടെ V1 എന്തായിട്ട് മാറും മക്കളെ? V2 ആയി അല്ലെ? V2 ആയി, വോളിയം കൂടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് ഒന്നില്ലേ? വോളിയം കൂടുമ്പോൾ പ്രഷറിൽ ചേഞ്ച് ഉണ്ടാവില്ല സാറേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും മക്കളെ. P1 മാറിയിട്ട് ഇവിടെ എത്രയായിട്ട് മാറൂടാ? P2 ആയി മാറി. പക്ഷെ ഒരു കാര്യമുണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്തു. അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മളൊരു പേര് പറയാറുണ്ട്, എക്സ്പാൻഷൻ അല്ലേ? ഓക്കെ ആണോ? ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ഐസോതെർമൽ ആയിട്ടാണ്. മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മക്കളെ? സിലിണ്ടർ പിസ്റ്റൺ എവിടേക്ക് കൊണ്ടുവെക്കുന്നത്? ഫസ്റ്റ് ഹോട്ട് ബോഡിയിലേക്ക് വെക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പറയാലോ, ഇതൊരു ഐസോതെർമൽ പ്രോസസ് അല്ലേ? ഐസോതെർമൽ പ്രോസസ്സിലല്ലേ എക്സ്പാൻഷൻ നടന്നത്? അങ്ങനെയാണ് നമ്മൾ ഇതിനെ കുറച്ചുകൂടി നന്നാക്കി പറയൂടാ, ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എന്റെ ഫസ്റ്റ് പ്രോസസ്സിന്റെ പേര് ഇതാണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ. അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹീറ്റ് അബ്സോർബ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്തു, V1 V2 ആയിട്ട് മാറി, പ്രഷർ ഡ്രോപ്പ് ചെയ്യും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T1 T2 ആയിട്ട് മാറും? ഇല്ലല്ലോ മക്കളെ, ഇല്ല. കാര്യം എന്താണ്? സോറി, T1 എന്തായിട്ട് മാറുടാ? T2 ആയിട്ട് മാറില്ല. അതിന് പകരം എന്തെന്നെയായിട്ട് നിൽക്കും? T1 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. T1 ഈക്വൽ ടു T1 തന്നെ നമുക്ക് എഴുതിയാൽ മതി. സെറ്റ് ആണോ മക്കൾക്ക്? അപ്പൊ സെക്കൻഡ് പോയിന്റിൽ എന്തായിട്ട് മാറൂടാ? P2 ആയിട്ട് മാറി, P1 P2 ആയിട്ട് മാറും, V1 V2 ആയിട്ട് മാറും, T1 തന്നെ എഴുതിയാൽ മതി. റെഡി ആണോ മക്കൾക്ക്? ഇനി എന്തുകൊണ്ടാ ഗ്രാഫിലേക്ക് മക്കൾ വന്നേ? നമുക്കൊരു സ്ലോപ്പ് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഒരു P1 V1 T1 നിന്ന് P2 V2 T1 തന്നെ മാറിയത് മക്കൾ കണ്ടോ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്ന മക്കൾ കണ്ടോ? എന്താണ് ആക്ച്വലി ആ ഗ്രാഫ് അങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നത്? അല്ല, എന്തായിരിക്കും അങ്ങനെ വരാനുള്ള റീസൺ? ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കള്. വരാനുള്ള റീസൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ വോളിയം ഇൻക്രീസ് അല്ലേ ചെയ്തേ? വോളിയം കൂടിയില്ലേ മക്കള്? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് വോളിയം കൂടല്ലേ? നമ്മളെ ഗ്രാഫ് മക്കൾ നോക്കിക്കോ. ഈ ഒരു എൻഡ് വോളിയം ആണ്, ഈ ഒരു എൻഡ് എന്താണ് മക്കളെ നമ്മൾ പറയുന്നത്? പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ വോളിയം ഇൻക്രീസ് ആയി. മക്കൾ ആലോചിച്ച് നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്തായി മക്കളെ? പ്രഷറിന്റെ ലെവൽ കുറയല്ലേ കാണിക്കുന്നത് നമ്മൾ ഗ്രാഫില്? അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. മകൾ ഒന്നും കൂടി ആലോചിച്ച് നോക്കിയേ. എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഒന്നും ഒഴിവാക്കി തരാം കേട്ടോ. P1 V1 T1, P2 V2 T1 ഒക്കെ ഞാൻ ഒഴിവാക്കി. സംഭവിക്കുന്ന കാര്യം മക്കൾ നോക്കിയോ. എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ഏതായിരുന്നു? P1. ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ഏതായിരുന്നു? P2. എന്താ സംഭവിക്കുന്നത്? പ്രഷർ കുറയല്ലേ ചെയ്തേ? ഗ്രാഫിൽ അങ്ങനെ തന്നെയല്ലേ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? പ്രഷർ എ എന്ന് പറയുന്ന പ്രഷർ പോയിന്റിലെ പ്രഷർ P1 ആയിരുന്നു. അതിനേക്കാളും കുറവായിട്ടാണ് ഞാൻ ആരെ മാർക്ക് ചെയ്തിരിക്കുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ P2 മാർക്ക് ചെയ്തിരിക്കുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ V1 മക്കളെ,
V1 കൂടുതൽ ചെയ്തേ. സോ എന്റെ വോളിയം നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിക്കോ. എക്സ് ആക്സിൽ ഞാൻ വോളിയം മാർക്ക് ചെയ്തിട്ടുണ്ട്. വോളിയം എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് മക്കളെ? കൂടി. ഇനി മൂന്നാമത്തെ കേസിലേക്ക് വന്നേ. T1 നമ്മൾ പറഞ്ഞല്ലേ സാറേ, ഒരു കൺഫ്യൂഷനും ഇല്ല. P2 V2 T1 തന്നെ. കാര്യം എന്താ? 1ഉം 2 ഒക്കെ ആയി മാറിയില്ലേ പ്രഷറും വോളിയം ഒക്കെ. എന്നുള്ള T1 തന്നെ ആയി മാറിയത്. ഇത് ചെയ്യുന്ന ഐസോതെർമൽ ആയിട്ടാ. സോ നമുക്ക് എന്തില്ല? ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. പക്ഷെ ഹീറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സെറ്റ് ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് P1 V1 T1 P2 V2 T1 ആയിട്ട് മാറി. നമ്മളെ ഗ്രാഫ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെരിവ് വന്നെന്നുള്ള കാര്യവും ഒക്കെ മനസ്സിലായി. സെറ്റ് ആണേ, ഒരു കൺഫ്യൂഷനും ഇല്ല. റെഡി? അങ്ങനെയാണെങ്കിൽ മകള് എന്റെ നെക്സ്റ്റ് ഫിഗറിലേക്ക് വന്നോ. അതിന് മുൻപായിട്ട് ഈ പ്രോസസ്സിന് ഞാൻ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പേര് മക്കളെ? ഐസോതെർമൽ എക്സ്പാൻഷൻ. നമ്മളുടെ എയിൽ നിന്ന് ബിയിലേക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ് മക്കളെ? ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കൾ അടുത്ത ഫിഗറിലേക്ക് വന്നേ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹോട്ട് ബോഡിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വെക്കൂടാ? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെച്ചു. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ? ഇല്ല സാറേ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് അല്ലേ? അങ്ങനെയാണ് എന്താ ഡൗട്ട്? ഇത് എന്ത് ടൈപ്പ് പ്രോസസ് ആയിരിക്കും മക്കളെ? അഡിയാബാറ്റിക് പ്രോസസ് അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ് ആണ്. തൊട്ട് മുൻപ് എന്തായിരുന്നു? ഐസോതെർമൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് അഡിയാബാറ്റിക് ആണ്. എന്താ സംഭവിക്കുന്ന കാര്യം മക്കൾ കേട്ടോ. തൊട്ട് മുൻപ് പിസ്റ്റൺ എങ്ങോട്ടാ മൂവ് ചെയ്തുകൊണ്ടിരുന്നേ? മുകളിലേക്ക് ഇങ്ങനെ വോളിയം കൂടി വരില്ലേ? അതേപോലെ ഇവിടെ ഹീറ്റ് റിസീവ് ചെയ്യുന്നില്ലെങ്കിലും പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. റെഡി ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ സംഭവിച്ചു. ക്ലിയർ ആണോ അല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ക്ലിയർ ആണ്. P2 V2 T1 എന്നുള്ളതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. എത്രയായിരുന്നു? P2 V2 T1 എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. റെഡിയാണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എന്താ ഇതിൽ സംഭവിക്കുന്നത്? നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് മുകളിൽ വെക്കുന്നു. ഇവിടെ P2 V2 T1 എന്തൊക്കെയായിട്ടാ മാറ്റം വരിക നമുക്ക് നോക്കാം. സെറ്റ് ആണോ മക്കൾക്ക്? ഇവിടെ വോളിയം വീണ്ടും ഇൻക്രീസ് ചെയ്യല്ലേ? V2 നിന്ന് വോളിയം എന്തായി മക്കളെ? V3 ആയിട്ട് മാറും. കാരണം എന്താ? ഹീറ്റ് റിസീവ് ചെയ്യുന്നില്ലെങ്കിലും ഓൾറെഡി അത് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? മുകളിലേക്ക് മൂവ് ചെയ്യുന്നില്ലേ? അതേപോലെ തന്നെ പിസ്റ്റൺ എന്ത് ചെയ്യും? മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ V2 എന്തായിട്ട് മാറൂടാ? V3 ആയിട്ട് മാറി. സാറേ പ്രഷർ കുറയൂലേ? കുറഞ്ഞു. P2 എന്തായിട്ട് കുറഞ്ഞു? P3 ആയിട്ട് കുറഞ്ഞു. T1 എന്തായിരിക്കും? ഇവിടെയും T1 തന്നെ എഴുതാൻ കഴിയും. വേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? ഇതെന്ത് പ്രോസസ്സാ? അഡിയാബാറ്റിക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഐസോതെർമൽ അല്ല. അങ്ങനെയാണെങ്കിൽ T1 എന്തായിട്ട് മാറി? T2 ആയിട്ട് മാറി. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് എങ്ങനെ വരും? മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായിരിക്കും നമ്മളെ ഗ്രാഫിന്റെ പ്രത്യേകത? വോളിയം കൂടണം, പ്രഷർ കുറയണം. വേണ്ടേ? അങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് എങ്ങനെ വരും? മക്കൾ ശ്രദ്ധിച്ചോ. ഇതല്ലേ നമ്മളെ ഗ്രാഫ് വരിക. സെറ്റ് ആണോ മക്കൾ? ബി എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും എടുത്തേ. എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് നോക്കിക്കേ. P3 V3 T2. ബിയും സിയും ഇടാ. ആ രണ്ട് പോയിന്റുകൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത മക്കള്. ബിയും സിയും മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ. യെസ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രഷർ ഡ്രോപ്പ് ആയില്ലേ? P2 എന്ന് പറയുന്ന പ്രഷറിൽ നിന്ന് P3യിലേക്ക് എത്തുമ്പോൾ പ്രഷർ കുറഞ്ഞു. അതേ സമയത്ത് വോളിയം ബി എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും മക്കൾ ശ്രദ്ധിച്ചേ. അവിടെ വോളിയം കൂടും ചെയ്തു. നമ്മുടെ ഗ്രാഫിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സെറ്റ് ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. T1 കൊണ്ട് T2 ആയി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ഐസോതെർമൽ പ്രോസസ് അല്ല. ഇത് എന്ത് ടൈപ്പ് പ്രോസസ് ആണ്? അഡിയാബാറ്റിക് ആണ്. സോ T1 എന്തായിട്ട് മാറി മക്കളെ? T2 ആയിട്ട് മാറി. റെഡി ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്തിലേക്ക് വെക്കാൻ പോവാണ്? നമ്മൾ ഈ പ്രോസസ്സിന്റെ പേരും കൂടി അടിപൊളിയായിട്ട് എഴുതി വെക്കാം അല്ലെ? B2C എന്തായിരുന്നു? ഒന്ന് പറഞ്ഞ മക്കള്. ഐസോതെർമൽ ആണോ? അല്ല. എന്താണ് മക്കളെ? അഡിയാബാറ്റിക്. എക്സ്പാൻഷൻ ആണോ? എക്സ്പാൻഷൻ. വോളിയം കൂടി വരല്ലേ? സെറ്റ്. അപ്പൊ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ആൻഡ് തേർഡ് വൺ ഫിഗറിലേക്ക് മക്കൾ വന്നേ. യെസ്, തേർഡ് ഫിഗറിലേക്ക് മക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഒക്കെ കാണാൻ കഴിയല്ലോ. ആ സിലിണ്ടറും പിസ്റ്റൺ നമ്മൾ എവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്? ഐസ് ബ്ലോക്കിന്റെ മുകളിലല്ലേ? അല്ലെങ്കിൽ കോൾഡ് ബോഡിന്റെ മുകളിലേക്കല്ലേ? അല്ലെങ്കിൽ സിങ്കിന്റെ മുകളിലേക്കല്ലേ? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാ? T2 ആണ് അല്ലെ? ലോ ടെമ്പറേച്ചർ അല്ലേ? എന്നാ പറ മക്കള്, എന്താ സംഭവിക്കാം? സിലിണ്ടർ പിസ്റ്റണിന്റെ ഉള്ളിലുള്ള വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ, അതായത് ഈ നീല കളർ കേട്ടോ, ഇതിന്റെ ടെമ്പറേച്ചറിനെക്കാളും കുറവല്ലേ ഐസ് ബ്ലോക്കിന്റെ ടെമ്പറേച്ചർ? അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹീറ്റ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും മക്കളെ? താഴേക്കല്ലേ ഫ്ലോ ചെയ്യുക അല്ലേ? ഹീറ്റ് റിജക്ട് ചെയ്യപ്പെടൽ സിസ്റ്റത്തിൽ നിന്ന് ചെയ്യുന്നേ. സോ എന്ത് ചെയ്യും? ഇവിടെ വോളിയം എന്താവും?
വോളിയം എന്താവും തൊട്ട് മുൻപ് വോളിയം എത്രയായിരുന്നു V3 ആയിരുന്നു അല്ലെ ആ V3 എന്തായി V4 ആയി മാറി പക്ഷെ വോളിയം എന്ത് സംഭവിച്ചു കുറയും റെഡിയാണോ അങ്ങനെയാണോ സാറേ പ്രഷറിന് എന്ത് സംഭവിക്കും പ്രഷർ എന്താ ഡൗട്ട് മക്കളെ പ്രഷർ കൂടൂലേ കൂടി അപ്പൊ എന്താ സംഭവിക്കുന്നത് വോളിയം കുറയുന്ന പ്രോസസ് അല്ലേ വോളിയം കുറയുന്നതാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കളെ കംപ്രഷൻ ഓക്കെ ആണോ മക്കൾക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ടെമ്പറേച്ചർ എന്താക്കിയിട്ടാണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കൂടാ ഐസോതെർമൽ കംപ്രഷൻ നമ്മളെ മൂന്നാമത്തെ പ്രോസസ്സിന്റെ പേര് ഐസോതെർമൽ കംപ്രഷൻ ആണ് സംഭവിക്കുന്ന കാര്യം വോളിയം കുറയും ആരെ വോളിയം കുറഞ്ഞു പിസ്റ്റന്റെ ഈ ഒരു സ്പേസിന്റെ വോളിയം കുറഞ്ഞു അല്ലെ അതിന്റെ വോളിയം കുറഞ്ഞു പ്രഷർ കൂടി ടെമ്പറേച്ചർ എന്താണ് സെയിം ടെമ്പറേച്ചർ അപ്പൊ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എത്രയായിട്ട് തന്നെ നിൽക്കും T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ T2 ആയിട്ട് തന്നെ നമുക്ക് എഴുതാം കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ ഇവിടെ ലാസ്റ്റ് നമുക്ക് T2 എന്നല്ല എഴുതിയിരിക്കുന്നേ അങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് എങ്ങനെ വരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കള് ഗ്രാഫ് എങ്ങനെ വരും ഗ്രാഫ് വരുന്ന കേസ് ഇത്രയേ ഉള്ളൂ വോളിയം കുറയണം വോളിയം കുറയൂലേ കാരണം ഹീറ്റ് റിജക്ട് ചെയ്യപ്പോ പോവാണ് അപ്പൊ വോളിയം കുറയണം പ്രഷർ കൂടണം സെറ്റ് ആണോ മക്കൾക്ക് അങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്ന മക്കളൊന്ന് നോക്കിക്കോ നമ്മൾ വരയ്ക്കുന്ന പോയിന്റ് ഇങ്ങനെയല്ലേ വരിക സെറ്റ് ആണോ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും മക്കൾ ശ്രദ്ധിച്ചേ സിയും ഡിയും ഇടാ എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ മക്കളെ അവിടെ വോളിയം എന്താ സംഭവിക്കുന്നത് കുറഞ്ഞില്ലേ വോളിയം നമ്മൾ ഈ ആക്സിസിലല്ലേ വോളിയം എടുത്തിരിക്കുന്നത് വോളിയത്തിന്റെ അളവ് സീനേക്കാളും കുറവല്ലേ ഡിയില് പ്രഷറോ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ പ്രഷർ സീനേക്കാളും കൂടുതലല്ലേ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഓക്കെ ആണോ അല്ലയോ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാ ഞാൻ വരച്ചിരിക്കുന്നത് മനസ്സിലായോ നമുക്ക് യെസ് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ ഇല്ല അപ്പൊ നമ്മൾ ഇതിന് എന്ത് പേര് കൊടുക്കടാ നമ്മളിത് ഓൾറെഡി പേര് കൊടുത്തു എക്സ്പാൻഷൻ രണ്ടെണ്ണത്തിന് പേര് കൊടുത്തു അല്ലെ A to B യും B to C എക്സ്പാൻഷൻ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇത് വോളിയം കുറയാ ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കും ഒരു ഡൗട്ടും വേണ്ട കംപ്രഷൻ ഈ പ്രോസസ്സ് ചെയ്യുന്ന എങ്ങനെയാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് അപ്പൊ ഇതിലും നല്ലൊരു പേര് ഇതിലുണ്ടോ ഐസോതെർമൽ കംപ്രഷൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആൻഡ് തേർഡ് പ്രോസസ് എന്തായിരുന്നു മക്കളെ ഐസോതെർമൽ കംപ്രഷൻ ഓക്കെ ആണേ യാതൊരുവിധ ഡൗട്ടും ഇല്ലാതെ ക്ലിയർ ചെയ്ത് പോവാണ് യെസ് അങ്ങനെയാണെങ്കിൽ എന്റെ നാലാമത്തെ കേസിലേക്ക് മക്കൾ വന്നേ എടാ ഹോട്ട് ബോഡിയിൽ വെച്ചിട്ട് നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചില്ലേ അപ്പൊ കോൾഡ് ബോഡിയിൽ വെച്ചിട്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ കോൾഡ് ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ആ ഒരു പ്രശ്നം ഒഴിവാക്കാലോ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് അറിയാം മക്കൾക്ക് നമ്മൾ കോൾഡ് ബോഡിയിൽ വെക്കുന്ന സമയത്തും നമ്മൾ എവിടേക്ക് വെക്കുന്നുണ്ട് കോൾഡ് ബോഡിയിൽ വെച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിലേക്ക് വെക്കാൻ പോവാണ് കോൾഡ് ബോഡിയിൽ വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിലേക്ക് വെക്കാൻ പോവാണ് എന്താ സംഭവിക്കാം കോൾഡ് ബോഡിയിൽ വെച്ച സമയത്ത് വോളിയം കുറഞ്ഞു വരികയായിരുന്നു അല്ലെ പിസ്റ്റൺ താഴേക്ക് വരില്ലായിരുന്നു ഇവിടെ ഹീറ്റ് റിസീവ് ചെയ്യുന്നില്ല അല്ല ഹീറ്റ് പാസിംഗും കാര്യങ്ങളും വേറെ ഒന്നുമില്ല ഹീറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷേ ഇവിടെ പിസ്റ്റൺ എന്തിനാ ചെയ്യുന്നത് മക്കളെ താഴേക്ക് വരുന്ന ചെയ്യുന്നത് പിസ്റ്റൺ താഴേക്ക് വരുന്നു അങ്ങനെയാണ് വോളിയം എന്താ സംഭവിക്കുക മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ വോളിയം എന്ത് സംഭവിക്കൂടാ വോളിയം എന്ത് സംഭവിക്കും വോളിയം കുറയും പ്രഷർ എന്ത് സംഭവിക്കും പ്രഷർ കൂടും ടെമ്പറേച്ചറോ ഇവിടെ ഹീറ്റ് ചേഞ്ച് ഇല്ലെന്നേ പറയുന്നുള്ളൂ പക്ഷെ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവുന്നുണ്ട് വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ക്ലിയർ ആണോ മക്കൾക്ക് യെസ് അങ്ങനെയാണെങ്കിൽ V4 എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുൻപ് നിർത്തി എവിടെയായിരുന്നു ഡിയിൽ ഉണ്ടായിരുന്ന കേസ് എന്തായിരുന്നു P4 V4 T2 ഈ V4 എത്രയായിട്ട് മാറും മക്കളെ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു V4 എത്രയായിട്ട് മാറും V1 ആയിട്ട് മാറി സെറ്റ് ആണോ മക്കൾക്ക് വോളിയം അവിടെ കുറഞ്ഞില്ലേ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ എയിലെ വോളിയം എ എന്ന് പറയുന്നതിലെ വോളിയം ഡി എന്ന് പറയുന്നതിലെ വോളിയം ആർക്കാ ഏറ്റവും കുറവുള്ളത് എക്കല്ലേ അപ്പൊ വോളിയം കുറഞ്ഞു സാറേ പ്രഷർ അപ്പൊ കൂടണ്ടേ മക്കളെ പ്രഷർ കൂടി ഡിയിലെ പ്രഷർ മക്കൾ നോക്കിക്കോ എയിലെ പ്രഷർ നോക്കിക്കോ അപ്പൊ പ്രഷർ കൂടി P4 നിന്ന് എത്രയായിട്ട് മാറിയടാ P1 ആയിട്ട് മാറി ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവില്ലേ ടെമ്പറേച്ചർ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും T2 നിന്ന് എത്രയിലേക്ക് മാറി T1 മാറി അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ഇത് എത്രയായിട്ട് മാറി V4 V1 ആയിട്ട് മാറി P4 P1 ആയിട്ട് മാറി T2 T1 ആയിട്ട് മാറി സെറ്റ് ആണല്ലോ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ ഇതാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ കാർനോട്ട് എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഗ്രാഫ് മക്കൾക്ക് കാണാൻ കഴിയും അതിൽ 4 സ്റ്റേജസ് മക്കൾ കണ്ടിട്ടുണ്ടാവും ആ 4 സ്റ്റേജസിലെ നാലാമത്തെ സ്റ്റേജ് D to A എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ കംപ്രഷൻ ആണ് അത് തന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അഡിയാബാറ്റിക് കംപ്രഷൻ ആണ് ഹീറ്റ് ഫ്ലോ ഒന്നുമില്ല അങ്ങനെയുള്ള കംപ്രഷൻ ആണ് സോ അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് പറയാം റെഡി ആണോ മക്കൾക്ക് കൺഫ്യൂഷൻസ് ഇല്ലല്ലോ സെറ്റ് ആണല്ലോ യെസ് ഫൈൻ ഗുഡ് അങ്ങനെയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറയാം
കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി. ഈ T2 എന്താ സാർ ഈ T2 T1 ഒക്കെ? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മൾ ഹോട്ട് ബോഡി ഉണ്ട്, നമുക്കൊരു കോൾഡ് ബോഡി ഉണ്ട് അല്ലെ. ഹോട്ട് ബോഡിന്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? T1 ആണ്. ഹോട്ട് ബോഡിന്റെ ടെമ്പറേച്ചർ T1 ആണ്, കോൾഡ് ബോഡിന്റെ ടെമ്പറേച്ചർ T2 ആണ്. അതാണ് ഇവിടെ T2 T1 വന്നിരിക്കുന്നത്. ഇത് പെർസെന്റേജിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെറ്റ് ആണോ മക്കൾക്ക്? ഓക്കെ ആണോ അല്ലയോ? അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 - T2/T1. റെഡി ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണ് എന്റെ ചോദ്യം. ഇതാണ് കാർനോട്ട് എഞ്ചിൻ. ഒരു 100% ഉള്ള കാർനോട്ട് എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ 100% ഉണ്ടാവുന്ന ഒരു കാർനോട്ട് എഞ്ചിൻ എനിക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, 100% എഫിഷ്യൻസി ഉള്ള ഒരു കാർനോട്ട് എഞ്ചിൻ എനിക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - T2/T1 into 100 അല്ലേ? ആണോ അല്ലയോ? അങ്ങനെ 100% ഉള്ള ഒരു എഫിഷ്യൻസി ഉണ്ടാക്കണമെങ്കിൽ ഈ T2/T1 എന്തായി പോകണം? 0 ആയി പോകണം. അങ്ങനെ 0 ആയി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1 × 100 എനിക്ക് എത്ര വരൂടാ? 1 × 100% എനിക്ക് എത്ര വരും? 100 ആയിട്ട് തന്നെ കിട്ടും. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെ T2/T1 0 ആവണമെങ്കിൽ അവിടെ ആര് 0 ആകണം? T2 അല്ലേ എനിക്ക് 0 കെൽവിൻ ആയി കിട്ടണ്ടേ അല്ലേ? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. T2/T1 0 ആകണമെങ്കിൽ T2 അവിടെ എന്താവണം? 0 ആയിരിക്കണം. സെറ്റ് ആണോ മക്കൾക്ക്? T2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതെന്തല്ല നമുക്ക് പോസിബിൾ ആക്കാൻ കഴിയില്ല. സെറ്റ് ആണോ? T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ 0 കെൽവിനിൽ നമുക്ക് എന്താക്കാൻ കഴിയില്ല? പോസിബിൾ അല്ല. സോ 100% എഫിഷ്യൻസി ഉള്ള ഒരു കാർനോട്ട് എഞ്ചിൻ എന്തല്ല? പോസിബിൾ അല്ല. റെഡി ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത്രയാണ് കാർനോട്ട് എഞ്ചിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഒന്നും കൂടി വരാം. യെസ്, ക്വസ്റ്റ്യൻ കുറെ പറഞ്ഞല്ലേ നമ്മള്. ഫൈൻ. ഡ്രോ ദ PV കർവ് ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. നമ്മൾ PV കർവ് വരച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു PV കർവ് വരച്ചിരുന്നേ? വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു കർവ് നമ്മൾ വരച്ചിരുന്നു അല്ലെ. സെറ്റ് ആണോ? ഇവിടെ ഫസ്റ്റ് പോയിന്റ്, ഇവിടെ സെക്കൻഡ് പോയിന്റ്, ഇവിടെ തേർഡ് പോയിന്റ്, ഇവിടെ ഫോർത്ത് പോയിന്റ്. റെഡി ആണേ? അതിൽ ഫസ്റ്റ് ടു സെക്കൻഡ് എന്തായിരുന്നു? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? ഐസോതെർമൽ കംപ്രഷൻ. നാലാമത്തെ അഡിയാബാറ്റിക് കംപ്രഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊന്നും മക്കൾ ഓർത്ത് വെക്കട്ടോ. സെറ്റ് ആണേ? യെസ്. ആൻഡ് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ് മാർക്ക് ചെയ്യണം. അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. എന്താണ്? ഒരു ഡൗട്ടും ഇല്ല, നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളാണ്. അതിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെ. ഇസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ? ഇറ്റ്സ് എ തിയററ്റിക്കൽ എഞ്ചിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതൊരു തിയററ്റിക്കൽ എഞ്ചിൻ മാത്രമാണ്. പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല? എഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാർനോട്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യം ഓക്കെ ആണോ മക്കൾക്ക്? സെറ്റ് ആണല്ലോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? പോവാം. ഒരു കൺഫ്യൂഷനും വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഗിവൺ ഫിഗറിൽ നമ്മൾ ഒരു ഹോട്ട് റിസർവോയർ കാണുന്നുണ്ട്. ഒരു T1 ടെമ്പറേച്ചറിൽ ഒന്ന് കാണുന്നുണ്ട്. T2 കോൾഡ് റിസർവോയർ T2 കാണുന്നുണ്ട്. ഹീറ്റ് റിസീവ് ചെയ്യുന്നുണ്ട് നമ്മളെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ചോദിച്ചിരിക്കുന്ന കാര്യം, ഈസ് ദിസ് എ ഹീറ്റ് എഞ്ചിൻ ഓർ എ റെഫ്രിജറേറ്റർ? റെഫ്രിജറേറ്റർ ആക്ച്വലി എന്താണ് മക്കളുടെ? ഡിലീറ്റഡ് പോർഷനിൽ വരുന്ന ഒന്നാണ്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ നമുക്കൊന്ന് പറയാം, ഇത് ഹീറ്റ് എഞ്ചിൻ ആണ്. നമുക്ക് വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ഹീറ്റ് എഞ്ചിൻ ആണ്. അങ്ങനെയാണ് സാർ. റെഫ്രിജറേറ്റർ നമ്മൾ എന്താ ചെയ്യാം? റെഫ്രിജറേറ്റർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. നമ്മൾ വർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇത് ഹോട്ട് റിസർവോയറിലേക്ക് എന്ത് കൊടുക്കൂടാ? ഹീറ്റ് പാസ് ചെയ്യിക്കും കേട്ടോ. നമുക്ക് അത് ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. മക്കൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതെന്താണ്? ഒരു ഹീറ്റ് എഞ്ചിന്റെ ഫോട്ടോ ആണ്. അത്രയേ ഉള്ളൂ. അതായത് 4 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദി കാർനോട്ട് സൈക്കിൾ. ഞാൻ ഇതാണ് പറഞ്ഞത്. നമ്മുടെ ബേസിക് നമ്മളെ കയ്യിൽ സെറ്റ് ആണ്. കാർനോട്ട് സൈക്കിൾ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി അതിലേക്ക് ഒന്നും പോകാനില്ല. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ 4 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദി കാർനോട്ട് സൈക്കിൾ. എളുപ്പമല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ? 4 സ്റ്റെപ്പ്. എന്തൊക്കെയായിരുന്നു 4 സ്റ്റെപ്സ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. 4 സ്റ്റെപ്പ് സെറ്റ് ആണ്. കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നാലോ നമുക്ക് നോക്കാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് by which a system is made to undergo a cyclic process. Cyclic process നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സൈക്കിൾ ആയിട്ട് തന്നെയല്ല നമ്മൾ PV ഗ്രാഫ് ഒക്കെ വരച്ചിരിക്കുന്നത്, PV കർവ് ഒക്കെ വരച്ചിരിക്കുന്നത്. That result in conversion of heat to work. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഹീറ്റ് എന്ത് ചെയ്യാൻ കഴിയുന്നു? നമുക്ക് വർക്ക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു അല്ലെ. യെസ്. Explain briefly the operation of a Carnot heat engine and draw the Carnot cycle. അപ്പൊ ഈ ക്വസ്റ്റിനും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണുള്ളൂ പറയാനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ.
പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പാറ്റേണുകളിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം മക്കൾക്ക് ഫെമിലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാം, ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് അറിയാതെ അല്ല ഏത് പോർഷൻ ആണെന്ന് അറിയാതെ നമ്മൾ കൺഫ്യൂഷൻ ആയി പോട്ടോ. അതൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തന്നെ പറയുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഓപ്പറേഷൻസ് ഓഫ് എ കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഡ്രോ ദ കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ വരയ്ക്കാലോ. എങ്ങനെയായിരുന്നു കാർനോട്ട് സൈക്കിൾ? ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നില്ല, മക്കൾക്ക് അറിയാം എന്താണ് കാർനോട്ട് സൈക്കിൾ എന്നുള്ളത്. ഇവിടെ കാർനോട്ട് സൈക്കിൾ ഒന്നും കൂടി നീറ്റ് ആയിട്ട് വരയ്ക്കട്ടോ, ഒന്നും കൂടി നീറ്റ് ആയിട്ട് വരയ്ക്കണം. ഞാൻ സ്പീഡിൽ വരച്ചപ്പോൾ അങ്ങനെ ആയി പോയതാണ് മക്കളത്. കാർനോട്ട് സൈക്കിൾ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടതാണ്. ആ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ. നമുക്ക് ഫിഗറിൽ കാണുന്നതാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. A to B, B to C, C to D. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ക്ലിയർ ആണല്ലോ? അതിൽ A to B എന്തായിരുന്നു? ഐസോതെർമൽ എക്സ്പാൻഷൻ. B to C adiabatic expansion. C to D isothermal compression. D to A adiabatic compression. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? യെസ്. ആൻഡ് ഡ്രോ ദി കാർനോട്ട് സൈക്കിൾ. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. Say true or false, the rusting of iron is an irreversible process. Irreversible process മക്കൾ ഓൾറെഡി പഠിച്ചതാണ്. തിരിച്ചതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയുവാണെങ്കിൽ അതിന് എന്ത് പറയും? നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും അല്ലെ. ഒരു പുതിയ പ്രോഡക്റ്റ് കെമിക്കലി ചേഞ്ച് സംഭവിച്ചു, പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത് എന്താണോ ഇറവേഴ്സിബിൾ പ്രോസസ് ആണ്. സെറ്റ് ആണല്ലോ മക്കൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയണിൽ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ലേ? സ്ലൈസ് ആയിട്ട് ആ ബോഡി മുകളിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഒരു ഇറവേഴ്സിബിൾ പ്രോസസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേ ട്രൂ ഓർ ഫോൾസ്, റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് ആൻ ഇറവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, ട്രൂ ആണ് അല്ലെ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ട്രൂ അല്ലേ? കാര്യം അതൊരു ഇറവേഴ്സിബിൾ പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് ഇറവേഴ്സിബിൾ പ്രോസസ് ആവുന്നത്? ന്യൂ പ്രൊഡക്റ്റ് ഫോം ആവുന്നുണ്ട്. സെറ്റ് ആണോ മക്കൾക്ക്? ക്ലിയർ ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നേ. ക്വസ്റ്റിലിടും. യെസ്. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ മക്കൾക്ക്? ഹീറ്റ് എനർജിയിൽ നിന്ന് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ കഴിയും? മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതിനെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻ എന്ത് തന്നെയാണ്? ഒരു ഹീറ്റ് എഞ്ചിൻ ആണ്. നെയിം ദ ഫോർ പ്രോസസ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. ഇത് വീണ്ടും ചോദിക്കുന്നത് കണ്ടോ. നെയിം ദ ഫോർ പ്രോസസ്. മക്കൾ അടിപൊളിയായിട്ട് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. സെറ്റ്. ക്യാൻ യു ഡിസൈൻ ആൻ എഞ്ചിൻ ഓഫ് 100% എഫിഷ്യൻസി? ഇത് നമ്മൾ ചോദിച്ചല്ലേ, എന്താ ഡൗട്ട്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1. ഇത് Q2 by Q1. സെയിം സാധനം തന്നെ. Q2 T2 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, T1 Q1 ആയിട്ട് കൺസിഡർ ചെയ്യാം. വേറെ ഒന്നുമില്ല കേട്ടോ. 100% എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഇവിടെ ആര് 0 ആകണം? T2 അല്ലെങ്കിൽ Q2 എന്തായിരിക്കണം മക്കളെ? 0 ആകണം അല്ലെ? അങ്ങനെ 0 ആവാൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താവില്ല? എഫിഷ്യൻസി 100% കിട്ടത്തില്ല. റെഡി ആണോ മക്കൾക്ക്? സെറ്റ് ആണേ? യെസ്. വേറെ ഒന്നുമില്ലല്ലോ? രണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. വേറെ ഒന്നുമില്ല. എയും ബിയും സെയിം. ഇതിന്റെ ഫോർ പ്രോസസ് അതിന്റെ ആൻസർ അതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. യെസ്. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. കാർനോട്ട് എഞ്ചിൻ ഈസ് കൺസിഡർഡ് ആസ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ അല്ലെ? നമുക്കിത് അറിയുന്നതാണ്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ തന്നെയാണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദ PV ഗ്രാഫ് ഓഫ് എ കാർനോട്ട് സൈക്കിൾ. ഇത് വീണ്ടും വന്നു അല്ലെ? ഒരു കൺഫ്യൂഷനും വേണ്ട മക്കൾ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എഴുതിക്കോ. എങ്ങനെയാണ് PV ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയാലോ. 4 സ്റ്റെപ്സ് അറിയാലോ മക്കൾക്ക്. ഒരു പ്രശ്നമില്ല സാറേ, നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്. ഇതൊരു ഡെറിവേഷൻ ആണ്. നമുക്ക് ഇവിടെ ഒരു ഡെറിവേഷൻ വരും അല്ലെ? അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ചേഞ്ച് ഒന്നും ഇല്ലാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അഡിയാബാറ്റിക് പ്രോസസ്. അതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഐസോതെർമൽ പ്രോസസ്സിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐസോതെർമൽ പ്രോസസ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? അഡിയാബാറ്റിക് പ്രോസസ് ആണ്. അങ്ങനെയാണ് തേർഡ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എങ്ങനെയാ? PV കർവ് നമുക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് നെക്സ്റ്റിൽ ചെയ്യാം കേട്ടോ. ഇവിടെ എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. അപ്പൊ എന്താ സാറേ ഈ T2 T1 ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. T2 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ ആയിരുന്നു, T1 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ ആയിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ മക്കൾക്ക്? ഓർമ്മയുണ്ടോ? ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. വേറെ കൺഫ്യൂഷൻസ് ഒന്നും അടിക്കേണ്ട മക്കള്. എന്തായിരുന്നു നമുക്ക് വരാം? ഇവിടെ ഫിഗർ എവിടെ? ഒറ്റ മിനിറ്റാ, ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മക്കൾ നോക്കിക്കോ. യെസ്. എവിടാ ഫിഗർ? യെസ്. ഇവിടെ നോക്കിയോ നിങ്ങള്. സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 അല്ലേ? അതല്ലേ ഹോട്ടായി കിടക്കുന്നത്? സിങ്കിന്റെ ടെമ്പറേച്ചർ T2 അല്ലേ? അതല്ലേ കോൾഡ് ആയിട്ട് കിടക്കുന്നത്? അപ്പൊ T2 എന്ന് പറയുന്നത് കോൾഡ് ടെമ്പറേച്ചർ ആണ്, T1 എന്ന് പറയുന്നത് ഹോട്ട് ടെമ്പറേച്ചർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസിൽ മക്കൾ നോക്കിക്കോ. രണ്ട് കേസല്ലേ? ഐസ് പോയിന്റും ഉണ്ട്,
സ്റ്റീം പോയിന്റും ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഐസ് പോയിന്റ് ഏതാണ് മക്കളെ വരിക? ഐസ് പോയിന്റ് ഏതാ വരിക? T1 ആണോ T2 ആണോ വരിക? കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഐസ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വരും മക്കളെ? നമുക്ക് അത് എന്ത് വരൂടാ ഒന്ന് പറഞ്ഞേ മക്കള്. ഐസ് പോയിന്റ് T2 വരും, ഐസ് പോയിന്റ് T2 വരും. T1 എന്ന് പറയുന്നത് ഏതാണ് വരിക? സ്റ്റീം പോയിന്റ് ആണ് വരിക. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കള് നെക്സ്റ്റ് ഇതിലേക്ക് വന്നേ. ഐസ് പോയിന്റ് ഇതിൽ എത്രയാണ്? ഐസ് പോയിന്റ് നമ്മൾ ഇക്വേഷൻ പ്രകാരം ഐസ് പോയിന്റ് എത്രയാണ്? നമ്മൾ ഇക്വേഷൻ പ്രകാരം ഐസ് പോയിന്റ് എത്രയാ? ഐസ് പോയിന്റ് എന്ന് പറയുന്നത്, ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് എഴുതട്ടെ കേട്ടോ. ഐസ് പോയിന്റ് എന്ന് പറയുന്നത്, യെസ്, ഐസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ T2 ആണ്. T2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 273 കെൽവിൻ ആണ് അല്ലേ? 0 ഡിഗ്രി ആണ് അല്ലെ? 273 കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റീം പോയിന്റ് എത്രയായിരിക്കും? സ്റ്റീം പോയിന്റ് എത്രയായിരിക്കും മക്കളെ? T1 ആണ്. ഇത് 373 കെൽവിൻ ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ 373 കെൽവിൻ ആണ്. നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 അല്ലേ? T2 എന്ന് പറയുന്നത് 273 ഡിവൈഡഡ് ബൈ 373. ഓക്കെ ആണോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് ആണോ മക്കൾക്ക്? ഇനി ഇതിനെ പെർസെന്റേജിലേക്ക് ആക്കണമെങ്കിലോ ഇൻടു 100 ചെയ്താൽ മതി, നമുക്ക് ഇവിടെ പെർസെന്റേജും കിട്ടും. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വന്നാലോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം അല്ലെ. സെക്കൻഡ് ക്വസ്റ്റിൽ മക്കൾ എന്താ കാണുന്നത്? ഡിറൈവ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ് എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ് നമുക്ക് ഇവിടുന്ന് എഴുതി വെക്കണം. എന്താണ് അഡിയാബാറ്റിക് പ്രോസസ്? ഡെൽറ്റ ക്യൂ 0 ആവുകയാണെങ്കിൽ, ഹീറ്റ് ചേഞ്ച് ഇല്ലാത്ത ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി എന്ത് പറയുന്നത്? അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു ക്വിക്ക് പ്രോസസ് ആണല്ലോ. യെസ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായിരുന്നു? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഇന്റർണൽ എനർജി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ ഇന്റർണൽ എനർജി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ക്ലിയർ ആണോ മക്കൾക്ക്? ഡെൽറ്റ ക്യൂ 0 ആവുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിയാബാറ്റിക് പ്രോസസ്. റെഡി ആണോ അല്ലയോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കേസ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. സിംപ്ലി നമുക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. നമ്മൾ ഇവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വെച്ചു. ഇതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വോളിയം V1 ആണ്, പ്രഷർ P1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്. ഇതില് ഒരു പാരാമീറ്ററിൽ ചേഞ്ച് കാരണം ഇവിടെ എന്ത് സംഭവിച്ചു മക്കളെ? ഇതിന്റെ കേസ് മാറി. അതായത് V2ലേക്കും P2ലേക്കും T2ലേക്കും മാറി. അതിൽ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ V1ൽ നിന്ന് V2ലേക്ക് വരുന്ന സമയത്ത് വോളിയം V1ൽ നിന്ന് എത്രയിലേക്ക് മാറി? V2ലേക്ക് മാറി. ആ സമയത്ത് ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണ് നമുക്കൊരു കാര്യം അറിയാം. dW is equal to എന്താണ്? PdV ആണ്. ഒരു ചെറിയ സ്ഥലത്തുള്ള വർക്ക് എന്ന് പറയുന്നത് എന്താണ്? PdV ആണ്. പക്ഷെ നമുക്ക് V1 മുതൽ V2 വരെയുള്ള വർക്ക് കണ്ടുപിടിക്കേണ്ടേ? വേണം സാറേ. അങ്ങനെയാണ് എന്ത് ചെയ്യണം? നമ്മൾ dWന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ dW അല്ലേ? അപ്പൊ ഇന്റഗ്രേഷൻ നമ്മൾ റൈറ്റിലും കൊടുക്കണ്ടേ? അയ്യോ, ഇന്റഗ്രേഷൻ വന്നു അല്ലെ. ഒരു കൺഫ്യൂഷനും വേണ്ട, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇന്റഗ്രേഷൻ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത നമ്മൾ പഠിക്കും. സെറ്റ് ആക്കി നമ്മൾ പോകും. സെറ്റ് ആക്കി കയ്യിലേക്ക് വെച്ച് തരും. പോരെ? മക്കൾ വന്നേ. ഇന്റഗ്രൽ dW is equal to ഇന്റഗ്രൽ PdV അല്ലേ? ഇന്റഗ്രേഷന്റെ ഏതാണ് മക്കളെ ലിമിറ്റ്? V1 മുതൽ V2 വരെ ചെയ്യണം. അവിടെ വരെയുള്ള വർക്കെല്ലാം കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ശ്രദ്ധിച്ചോ. ഇന്റഗ്രൽ dW എന്ന് പറയുന്നത് എന്താണ്? വർക്കാണ് അല്ലെ? വർക്ക് is equal to V1 V2 PdV. നമ്മൾ സാധാരണ രീതിയിൽ ഐസോതെർമൽ പ്രോസസ് ചെയ്ത സമയത്ത് പിക്ക് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെ? അതേപോലെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന് മറ്റൊരു ഇക്വേഷൻ ആണ് ഏത് കേസിൽ ഉപയോഗിക്കുക? അഡിയാബാറ്റിക്കിൽ ഉപയോഗിക്കുക. ആ ഇക്വേഷൻ ആണ് PV raised to gamma equal to എന്താണ് മക്കളെ? കോൺസ്റ്റന്റ്. തൊട്ടു മുൻപ് PV equal to nRT ഉപയോഗിച്ചു. അതിന്റെ ബേസിലാണ് നമ്മൾ ചെയ്തേ. ഇവിടെ അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? PV raised to gamma is equal to constant. റെഡി ആണോ അല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണോ മക്കൾ പറയാം? ഇവിടെ പിക്ക് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കോൺസ്റ്റന്റ് ബൈ V raised to gamma. അപ്പൊ കോൺസ്റ്റന്റ് ഞാൻ K എന്ന് കൊടുത്തു. അങ്ങനെയാണ് പിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? K ഡിവൈഡഡ് ബൈ V raised to gamma. എന്റെ ചോദ്യം ഇതാണ് മക്കളെ, എന്താണ് PV raised to gamma equal to constant എന്ന് പറഞ്ഞാൽ? നമുക്ക് അറിയാം അല്ലെ? P1 V1 raised to gamma, P2 V2 raised to gamma, P3 V3 raised to gamma. ഇതൊക്കെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ K ആയിരിക്കും. ഇതല്ലേ നമുക്ക് അറിയാവുന്ന കാര്യം. ഇതൊന്നും ഓർത്ത് വെച്ച് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെയാണ് W is equal to എന്താണ് മക്കളെ വരിക? ഇന്റഗ്രൽ V1 V2 PdV. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെറ്റ് ആണോ? അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ മക്കള്? എന്താണ് വരിക? മക്കൾ നോക്കാം. നമുക്ക്
W is equal to റെഡിയാണേ ഇന്റഗ്രൽ v1 v2 ഇന്റഗ്രൽ v1 v2 എന്ത് വരും മക്കളെ നമുക്ക് പി ഡി വി അല്ലേ നമ്മൾ വന്നിരുന്നേ അതിൽ പിക്ക് പകരം നമ്മൾ ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഇന്റഗ്രൽ v1 v2 പിക്ക് പകരം നമ്മൾ ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു k ഡിവൈഡഡ് ബൈ v raised to gamma into dv ഗാമ cp by cv ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ k കോൺസ്റ്റന്റ് അല്ലേ ഇന്റഗ്രേഷന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് കണ്ടാൽ ഇന്റഗ്രേഷൻ എന്ത് ചെയ്യും എടുത്ത് പുറത്തേക്ക് ഇടും അങ്ങനെയാണ് എന്താ സംഭവിക്കുക k പുറത്തേക്ക് വന്നു k v1 v2 1 by v raised to gamma dv 1 by v raised to gamma 1 by x നെ നമുക്ക് എങ്ങനെ എഴുതാം 1 by x നെ നമ്മൾ എങ്ങനെ എഴുതാറ് 1 by x നെ x raised to 1 ആണെന്ന് എടുത്തോ x raised to minus 1 എന്ന് എഴുതാലോ നമുക്ക് അല്ല 1 by x raised to 5 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ x raised to minus 5 അതേപോലെ നമ്മൾ ഇവിടെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ് കേട്ടോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മാറ്റി എഴുതാൻ പോവാണ് സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് മാറ്റി എഴുതാൻ പോവാണ് മക്കൾ കണ്ടോ വേറെ ഒന്നുമില്ല ഇപ്പൊ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നിൽക്കുന്നത് അല്ലെ അങ്ങനെയാണ് മക്കൾ ശ്രദ്ധിച്ചോ w is equal to k ഇന്റഗ്രൽ v1 v2 v raised to minus gamma dv 1 by x raised to 5 നെ x raised to minus 5 എന്ന് പറഞ്ഞ പോലെ 1 by v raised to gamma നെ നമ്മൾ എന്ത് പേര് പറയും v raised to minus gamma into dv സെറ്റ് ആണോ മക്കൾക്ക് സെറ്റ് ആണ് കൺഫ്യൂഷൻസ് ഒന്നുമില്ല ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കൺഫ്യൂഷൻ അടിക്കണ്ട നമ്മൾ ഉണ്ട് ഇവിടെ സെറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റെഡ് കളറിൽ ഇവിടെ എഴുതി കേട്ടോ റെഡിൽ എഴുതണോ ഗ്രീനിൽ എഴുതണോ ഗ്രീനിൽ എഴുതാം അല്ലെ ഫൈൻ അങ്ങനെയാണ് നമ്മൾ നോക്കിയോ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഒരു റിസൾട്ട് പോലെ പഠിച്ചു വെച്ചോ മക്കള് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എന്ത് വരൂടാ എൻ പ്ലസ് വൺ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു ഗാമ ഇൻടു ഡി എക്സ് വേറെ ഒന്നുമില്ല എക്സ് റേസ് ടു ഗാമ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് വൺ സെറ്റ് ആണോ ഇത് ഗാമയാണ് കേട്ടോ എന്നല്ലേ ഗാമയാണ് ഞാൻ എഴുതിപ്പോ ഒന്ന് താഴേക്ക് വന്നു പോയതാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ ഇവിടെ വി റേസ് ടു മൈനസ് ഗാമ ഇൻടു ഡി വി അല്ലേ നമ്മൾ ഇതേപോലെ റിസൾട്ട് നമുക്ക് എഴുതാലോ എഴുതിക്കൂടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ ഇല്ല ഇവിടെ ഗാമയാ കൊടുത്തിരിക്കുന്നത് ഞാൻ ലെഫ്റ്റില് മൈനസ് ഗാമയാണ് കേട്ടോ ഒന്ന് ഓർത്ത് വെക്കണേ മക്കള് ഇവിടെ എന്താ സംഭവിക്കാം വി റേസ് ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ സംഭവിക്കുക വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ഇവിടെ എക്സ് റേസ് ടു ഗാമ നമ്മൾ ചെയ്ത സമയത്ത് എന്ത് വന്നു എക്സ് റേസ് ടു ഗാമ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് വൺ വന്നു അല്ലെ അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ അതേപോലെ നമ്മൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം നമുക്ക് ഒരു പേജും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഫൈൻ ഓക്കെ ഓക്കെ നമ്മളെ ലാസ്റ്റ് റിസൾട്ട് എന്തായിരുന്നു വന്നിരുന്നത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കെ ഇന്റഗ്രൽ v1 v2 v raised to minus gamma dv എന്ത് സംഭവിക്കുന്നു മക്കൾ നോക്കിക്കോ വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ലടാ v1 v2 നമ്മൾ സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടി എഴുതി വെക്കാണ് v raised to minus gamma dv v raised to minus gamma ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ v raised to minus gamma plus 1 divided by minus gamma plus 1 സെറ്റ് ആണോ മക്കൾക്ക് ഏതാണ് റേഞ്ച് നമ്മളുടെ v1 v2 റെഡി ആണേ ഒരു കൺഫ്യൂഷനും ഇല്ല w is equal to v raised to minus gamma plus 1 divided by k ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് kയും കൂടി ഇവിടെ വരും കേട്ടോ k നമ്മള് ഇവിടെ k ഉണ്ടല്ലോ ആ k ഞാൻ ഒന്നും കൂടി ഇട്ടതാണ് കേട്ടോ ഫൈൻ അങ്ങനെയാണ് എന്താ സംഭവിക്കുക ഇങ്ങനെ സ്റ്റെപ്പ് വന്നല്ലോ ഇതിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഗാമ പ്ലസ് വൺ എന്താ കോൺസ്റ്റന്റ് ആണ് അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് കിട്ടോ മക്കള് k ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് വൺ ഉള്ളിൽ ആര് വരൂടാ വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ v1 v2 എന്താ ഡൗട്ട് ഒരു ഡൗട്ടും ഇല്ല സാർ എന്നാ മുന്നോട്ട് പോയിക്കോ ഈ വിക്ക് പകരമായിട്ട് ഞാൻ ഇനി ആരൊക്കെ കൊടുക്കൂടാ വിക്ക് പകരമായിട്ട് v2 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും മൈനസ് വിക്ക് പകരമായിട്ട് ഞാൻ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും v1 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും മകൾ കണ്ടോ ചെയ്യുന്ന കാര്യം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു പോവാം k ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് വൺ v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ മൈനസ് വിക്ക് പകരം v2 നെ ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു then v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു v1 മൈനസ് ഗാമ പ്ലസ് ഇത്രയും കാര്യം ഓക്കെ ആണോ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ ഇല്ല ഇവിടെ നമ്മൾ ഒരു റിസൾട്ടും കൂടി ഞാനൊന്ന് പറയാം കേട്ടോ കുറച്ച് റിസൾട്ടുകൾ ഞാനൊന്ന് എഴുതി വെക്കാം നമ്മൾ പഠിച്ച റിസൾട്ടുകളാണ് ഞാൻ ഒന്ന് എഴുതുന്നു മാത്രമേ ഉള്ളൂ എക്സ് റേസ് ടു എം പ്ലസ് എൻ അല്ലെ എക്സ് റേസ് ടു എം പ്ലസ് എൻ നമ്മൾ എങ്ങനെ എഴുതാറ് മക്കളെ എക്സ് റേസ് ടു എം ഇൻടു എക്സ് റേസ് ടു എൻ ഇവിടെ മക്കൾ ശ്രദ്ധിച്ചോ v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ അല്ലേ അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ നമ്മൾ എങ്ങനെ എഴുതും ഇത് എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതാലോ v2 റേസ് ടു മൈനസ് ഗാമ ഇൻടു v2 സെറ്റ് ആണോ ഒരു കൺഫ്യൂഷനും അടിക്കണ്ട അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ എഴുതും നമ്മൾ നോക്കിക്കോ w is equal to k divided by
മൈനസ് ഗാമ പ്ലസ് 1 ഉള്ളില് ആരൊക്കെ വരൂടാ v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1നെ നമ്മൾ എങ്ങനെ എഴുതും v2 റേസ് ടു മൈനസ് ഗാമ v2 മൈനസ് v1 റേസ് ടു മൈനസ് ഗാമ v1. മക്കൾ ചെയ്യേണ്ട കാര്യം ഈ ലാപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നതിന് പകരമായിട്ട് മക്കൾ ഒരു പേജിൽ എന്ത് ചെയ്യുക എന്റെ കൂടെ തന്നെ എഴുതി വരിക, ഈസി ആയിട്ട് കിട്ടും കേട്ടോ, ഒരു കൺഫ്യൂഷനും വേണ്ട. ഇവിടെ നമുക്കറിയാലോ കെ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കെ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. കെ എന്ന് പറയുന്നത് ഒന്നുകിൽ P1 V1 റേസ് ടു ഗാമയാണ്, അല്ലെങ്കിൽ എന്താണ് P2 V2 റേസ് ടു ഗാമയാണ്. സെറ്റ് ആണോ? യെസ്. നമ്മൾ കെ ഉള്ളിലേക്ക് എടുക്കാണ് കേട്ടോ. കെ ഞാൻ ഉള്ളിലേക്ക് എടുക്കാണ്. അങ്ങനെയാണോ മക്കൾ നോക്കിക്കോ. W is equal to 1 divided by minus gamma plus 1. കെ ഞാൻ രണ്ടിനും ബാധകമാണല്ലോ. സോ കെ ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ V2 മൈനസ് കെ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ V1. സെറ്റ് ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മക്കള് കെ ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ ഇൻറ്റു V2 അല്ലെ. അങ്ങനെയാണെങ്കിൽ കെക്ക് പകരമായിട്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കടാ? കെക്ക് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നമ്മളിവിടെ പഠിച്ചല്ലേ P2 V2 റേസ് ടു ഗാമയാണ് കെ, അല്ലെങ്കിൽ P1 V1 റേസ് ടു ഗാമയാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മകൾ ശ്രദ്ധിച്ചോ, ഈസി ആയിട്ട് ചെയ്ത് പോട്ടോ. W is work done is equal to മൈനസ് ഗാമ പ്ലസ് 1. ഇവിടെ എന്ത് വരും മക്കളെ? P2 V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ V2. പിന്നെ ആരാ കിടക്കുന്നത്? ഈ മൈനസ് ഇവിടെ ഇല്ലേ? സോ മൈനസ് കേട്ടോ, മൈനസ്. ശ്രദ്ധിച്ച മക്കള്, P1 V1 റേസ് ടു ഗാമ. ഈ കേക്ക് പകരമായിട്ട് കേട്ടോ, ഈ കേക്ക് പകരമായിട്ട് ഞാൻ അവിടെ കൊടുക്കുന്ന P1 V1 റേസ് ടു ഗാമയാണ്. ഞാൻ ആദ്യത്തെ കേക്ക് പകരമായിട്ട് ഞാൻ എന്താ കൊടുത്തേ? P2 V2 റേസ് ടു ഗാമ. സോ സെക്കൻഡ് കേസിൽ കേക്ക് പകരമായിട്ട് P1 V1 റേസ് ടു ഗാമ. സോറി, ലെറ്റർ ഒന്നും മാറ്റാം അല്ലെ, നമ്മൾ റെഡിലല്ലേ എഴുതിയത്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇവിടെ ആര് വരൂടാ? V1 റേസ് ടു മൈനസ് ഗാമ V1. ഓക്കെ, കുറച്ച് ലെങ്തി സ്റ്റെപ്പ് ആണ് കേട്ടോ. എന്താ സംഭവിക്കുന്നത് മക്കൾ നോക്കിയോ? V2 റേസ് ടു ഗാമയും V2 റേസ് ടു മൈനസ് ഗാമയും എന്താവും? കട്ടായി പോവും. V1 റേസ് ടു ഗാമയും V1 റേസ് ടു മൈനസ് ഗാമയും എന്തായി പോവും? കട്ടായി പോവും. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ത് വരൂടാ? W is equal to മൈനസ് ഗാമ പ്ലസ് 1. ഇവിടെ ആര് വരും മക്കളെ? P2 V2 ഉണ്ട് അല്ലെ, ബാക്കി P2 V2 മൈനസ് P1 V1. റെഡിയാണോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചോ, PV is equal to എന്തായിരുന്നു? NRT അല്ലേ. P1 V1 is equal to എന്തായിരിക്കും? NRT1 ആണ്. P2 V2 is equal to എന്തായിരിക്കും? NRT2 ആണ്. അങ്ങനെയാണോ നമുക്ക് എന്ത് വരും? W is equal to മൈനസ് ഗാമ പ്ലസ് 1. എന്ത് വരും മക്കളെ? NRT2 മൈനസ് എന്താണ്? NRT1. ഇതും ഒരു റിസൾട്ട് തന്നെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ. ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ NR എന്താണോ? കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കോൺസ്റ്റന്റ് ആണ് കേട്ടോ, കോമൺ അല്ല, കോൺസ്റ്റന്റ് ആണ്. 1 ഡിവൈഡഡ് ബൈ NR ഞാൻ പുറത്തേക്ക് എടുക്കാണ്. മൈനസ് ഗാമ പ്ലസ് 1 T2 മൈനസ് T1 അല്ലേ. സെറ്റ് ആണോ? യെസ്. ഇനി എനിക്ക് T1 ഫസ്റ്റ് എഴുതണം എന്ന് വിചാരിച്ചോ, അത് ഞാൻ T1 ആണ് എഴുതുന്നത് വിചാരിച്ചോ. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? ഒന്ന് മൈനസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അങ്ങനെയാണ് എനിക്ക് എന്ത് വരും? ഞാൻ ഇവിടെ ചെയ്തു NR മൈനസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് T2 പ്ലസ് T1 വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം എന്ത് എഴുതാം? T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ ചെയ്യുന്ന സമയത്തോ മൈനസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻറ്റു മൈനസ് ഗാമ എന്താവും? പ്ലസ് ഗാമ. 1ന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് വരും. സോ നമുക്ക് ഇത് എന്ത് വരും? 1 മൈനസ് ഗാമ. സെറ്റ് ആണോ മക്കൾക്ക്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് കൊണ്ട് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ ഇവിടെ മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? മൈനസ് T2 പ്ലസ് T1. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം? T1 മൈനസ് T2 എന്ന് എഴുതാം. ലാസ്റ്റ് നമ്മളെ കേസിൽ മക്കൾ നോക്കിക്കോ, മൈനസ് ഞാൻ താഴെ മൈനസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? മൈനസും മൈനസും കൂടി എന്തായിട്ട് മാറൂടാ? പ്ലസ് ഗാമ -1 ആവും. ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? NR ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു T1 മൈനസ് T2. ഇതാണ് എന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ എവിടെ പറയാനുള്ളേ? ഒന്ന് പറഞ്ഞ മക്കള്, എവിടെ പറയാനുള്ളേ? യെസ്, എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഡിറൈവ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മൾ ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ഉള്ളത്. ഒരു പേജിലേക്ക് എഴുതാൻ ഇത്ര സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
നമുക്ക് തെർമോഡൈനാമിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ് കാർനോട്ടിച്ചിനെ പറ്റിയിട്ട് നന്നായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. യാതൊരുവിധ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഐസോതെർമൽ പ്രോസസ്സിലെയും അഡിയാബാറ്റിക് പ്രോസസ്സിന്റെയും വർക്ക് ഡണ്ണും കൂടി നോക്കി വെക്കാം. റെഡി ആണോ മക്കൾക്ക്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയാണ് തെർമോഡൈനാമിക് എന്ന് പറയുന്ന ചാപ്റ്റർ മക്കളുടെ കയ്യിലുണ്ട്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും മക്കൾ എന്ത് ചെയ്യാൻ പറ്റൂടാ? അതിൽ ചെയ്യാൻ പറ്റും. സെറ്റ് ആണോ? അങ്ങനെയാണോ? നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സെറ്റ്? റെഡി? ഓക്കെ ഫൈൻ.